അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസിൽ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്താ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ശ്രദ്ധിക്കുക, പാളംകൂട്ടല്ലേ. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടു പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോളിസിന്റെ പ്രോഡക്റ്റ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 2 ഇലക്ട്രോളിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നെന്താ? ഇലക്ട്രോളിസിസ് ഓഫ്, ഈ ബോർഡിൽ തന്നെ എഴുതിയിരുന്നോട്ടെ പതുക്കെ. ഇലക്ട്രോളിസിസ് ഓഫ് ആരാണ്? സോഡിയം ക്ലോറൈഡ്. ഇലക്ട്രോളിസിസ് ഓഫ് സൈൻറ്റിഫിക് പാളംകൂട്ടല്ലേ. ഇലക്ട്രോളിസിസ് ഓഫ് ആരാണ്? സോഡിയം ക്ലോറൈഡ്. അപ്പൊ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇലക്ട്രോലൈസ് ചെയ്യാണ്. ആരെയാണ്? സോഡിയം ക്ലോറൈഡിനെ എന്ത് ചെയ്യാണ്? ഇലക്ട്രോലൈസ് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ആനോഡിലും അതുപോലെ എന്താണ് കാഥോഡിലും സംഭവിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യണേ നമ്മൾ പരിശോധിക്കും. ശ്രദ്ധിക്കുക. അപ്പൊ സോഡിയം ക്ലോറൈഡ് നമ്മളൊരു പാത്രത്തിൽ എടുക്കുക അല്ലെ. ഒരു പാത്രം വേണമെങ്കിൽ അവർക്ക് ഈ പടം നിർബന്ധമില്ല, ബാറ്ററി ഒക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോ ഒരെണ്ണം ആനോഡ്, ആനോഡിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. ഒരെണ്ണം കാഥോഡ്, കാഥോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ളത് ആരാണ്? NaCl. NaCl മാത്രമാണ്, മോൾട്ടൻ NaCl ആണ് കേട്ടോ. അപ്പൊ വേറെ ആൾക്കാരൊന്നും ഇതിലില്ല, അതായത് വെള്ളം ഇല്ല എന്നാണ് പറയുന്നത്. ഉരുകിയ അവസ്ഥയിലുള്ള NaCl ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാവുന്ന അയോൺസ് ഏതൊക്കെയായിരിക്കും? കറണ്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ NaCl എന്ന് പറയുന്നത് ആരായിട്ട് സ്പ്ലിറ്റ് ആവും? Na+ Cl- ആയിട്ട് എന്താവും? സ്പ്ലിറ്റ് ആവും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ Na+ Cl- ആയിട്ട് എന്തായി? സ്പ്ലിറ്റ് ആയി. ഇപ്പൊ ഇതില് വേറെ സംസാരിക്കാനൊന്നുമില്ല. Na+ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക് മൂവ് ചെയ്യും. കാഥോഡില് നമുക്ക് കിട്ടുന്ന എന്താ? ഇലക്ട്രോൺസ് ആണ്. അപ്പൊ Na+ കാഥോഡിൽ പോയിട്ട് ആരെ സ്വീകരിക്കും? ഇലക്ട്രോൺസിനെ സ്വീകരിക്കും. അതെന്തായിട്ട് മാറും? Na ആയിട്ട് മാറും. എന്നിട്ട് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. Cl- എങ്ങോട്ടാ പോവുക? ആനോഡിലേക്കാണ് പോവുക അല്ലെ. ആനോഡ് പോസിറ്റീവ് ചാർജ് ആണ്. ആനോഡിൽ പോയിട്ട് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. ഓക്സിഡേഷൻ സംഭവിക്കും. Cl- Cl ആവും. 2 Cl ചേർന്നിട്ട് എന്താവും? Cl2 ആവും. ഗ്യാസ് ആവും. ലിബറേറ്റ് ചെയ്യും. അപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? NaCl ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ സോഡിയം, അതുപോലെ ആരാ? ക്ലോറിൻ ഗ്യാസും. കുഴപ്പമില്ലല്ലോ. അത്രേ ഉള്ളൂ ഇതിന്റെ എന്ത് സംഗതി. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ എന്താണ്? ഇലക്ട്രിസിറ്റി കൈയോടെ എഴുതിയിട്ട് അവസാനിപ്പിച്ചു. when electricity is എന്താ? passed through, when electricity is passed through ആരാണ്? when electricity is passed through molten NaCl. അപ്പൊ NaCl മാത്രമേ ഉള്ളൂ അല്ലെ. molten NaCl അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡീകമ്പോസ് ചെയ്യും അല്ലെ. molten NaCl, the sodium is deposited at എവിടെയാണ്? sodium is deposited at cathode and chlorine gas അല്ലെ. ആരാണ്? ക്ലോറിൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. എവിടെയാണ്? അറ്റ് ആനോഡ്. ക്ലോറിൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്. ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ എന്താണ്? നമുക്ക് സോഡിയവും കിട്ടും എന്നുള്ളതാണ്. ആനോഡില് എന്താണ്? ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ സോഡിയം. കറക്റ്റാണ്. അപ്പൊ എന്താ ഇക്വേഷൻസ് നോക്കാം. കാഥോഡിൽ എന്താ സംഭവിക്കുക? അറ്റ് കാഥോഡിൽ സംഭവിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. സോഡിയം Na+ അങ്ങോട്ട് ചെല്ലും, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും. എന്തായിട്ട് മാറും? Na ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു അല്ലെ. ഇന്നും പുതിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് ബേസിക് ആയിട്ട്. പിന്നെ മറ്റേ ആനോഡിൽ എന്താ സംഭവിക്കുക? Cl- എങ്ങോട്ട് ചെല്ലും? ആനോഡിലേക്ക് ചെല്ലും, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. Cl ആയിട്ട് മാറി. എന്നിട്ട് 2 Cl ഡയാറ്റോമിക് ആണല്ലോ. എന്തായിട്ട് മാറും? Cl2 ആയിട്ട് മാറും. വേണമെങ്കിൽ അതിന്റെ ഓവറോൾ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഓർ Cl- become half Cl2 gas plus എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ് അല്ല, ഹാഫ് ആകുമ്പോൾ 1 ഇലക്ട്രോൺ മതി. E-. ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ 2 ഘട്ടമായിട്ട് കാണിക്കുന്നതിന് പകരം ഒരൊറ്റ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കും. ശ്രദ്ധിക്കിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്നില്ലേ? അപ്പൊ ആനോഡിലുള്ള റിയാക്ഷൻസ് എന്താ? കണ്ണില്ലേ? ഈ ഫസ്റ്റ് ബെഞ്ചിലേക്ക് പോന്നോ? ഈ ബെഞ്ച് ഇവിടെ ഫ്രീ ആയിട്ട് കയറിയിരുന്നോ? അപ്പൊ ബോയ്സ് ഈ ബെഞ്ചിൽ റൊട്ടേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഗേൾസ് അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടല്ലോ. അങ്ങോട്ട് തന്നെ പോണേ. ബാക്ക് അവിടെ വെച്ചോ. എന്താ ബെഞ്ചിൽ 3 പേരുള്ള എന്തായി? നടപടിയായ കാര്യങ്ങള് എല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തോ ഓട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് ഇരുന്നോളൂ. അപ്പൊ ഇവരെ ഇങ്ങോട്ട് വിടുക. ഇവരെ ഇങ്ങോട്ട് വിടണം അല്ലെ. നിങ്ങൾ നാളെ ഇങ്ങോട്ട് ഇരുന്നോളൂ.
നിങ്ങൾ അങ്ങനെ ഇരിക്കുക, ഇങ്ങനെ റൊട്ടേറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ എന്താ, രണ്ട് Cl ചേർന്ന Cl12. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ? അടിയിലത്തെ ഇക്വേഷൻ. ഇതിന് രണ്ടിനും കൂടെ ക്ലബ് ചെയ്ത് എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ് അടിയിൽ. അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞു. മോൾട്ടൺ NaCl-ന്റെ ഇലക്ട്രോളിസിന്റെ പണി കഴിഞ്ഞു. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? പുതിയ കാര്യമാണോ? അല്ല, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണോ? ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത എഴുതാം. ഇലക്ട്രോളിസിസ് ഓഫ് aqueous NaCl. ഇലക്ട്രോളിസിസ് ഓഫ് aqueous NaCl. ഇതോടെ ഇത് അവസാനിപ്പിക്കുന്ന പാഠം. ഇലക്ട്രോളിസിസ് ഓഫ് aqueous NaCl. അപ്പൊ aqueous NaCl ആണ് എന്ത് ചെയ്യണേ, നമ്മള് പാത്രത്തില് എടുത്തിരിക്കുന്നത്. അപ്പോ കാര്യങ്ങൾ മാറി അല്ലെ? aqueous NaCl ആകുമ്പോ എന്താ സംഭവിക്കുക? aqueous NaCl എന്ന് പറഞ്ഞ മിക്സ്ചറിൽ ആരൊക്കെ ഉണ്ട്? വെള്ളമുണ്ട്, അതുപോലെ ആരുണ്ട്? സോഡിയം ക്ലോറൈഡും ഉണ്ട്. വാട്ടറും ഉണ്ട്, സോഡിയം ക്ലോറൈഡും ഉണ്ട് അല്ലെ? അപ്പോ ഈ ഇലക്ട്രിസിറ്റി ചെല്ലുമ്പോ എന്ത് ചെയ്യും? എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങും? അയണൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താ അവിടെ സംഭവിക്കുക? നമ്മുടെ പാത്രത്തിൽ ആരൊക്കെ വരും? Na+ വരും. പറയൂ, Na+ വരും, Cl- വരും. പിന്നെ ആരും ഉണ്ടാവും? H+ ഉണ്ടാവും, OH- ഉണ്ടാവും അല്ലെ? അപ്പൊ എത്ര ടൈപ്പ് അയോൺസ് വരുന്നുണ്ട് അവിടെ? 4 ടൈപ്പ് അയോൺസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ് അയോൺസ്? Na+, Cl-, OH-, H+. എത്ര ടൈപ്പ് അയോൺസാ? 4 ടൈപ്പ് അയോൺസ്. 2 കാറ്റയോൺസും ഉണ്ട്, 2 എന്തുണ്ട്? ആനയോൺസും ഉണ്ട്. 2 കാറ്റയോൺസും ഉണ്ട്, 2 ആനയോൺസും ഉണ്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യണേ, അവിടെ അത് സെറ്റ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളിലേക്ക് ഇവർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പോസിറ്റീവ് ചാർജുള്ള ആളുകൾ കാഥോഡിലേക്കും നെഗറ്റീവ് ചാർജുള്ള ആളുകൾ ആനോഡിലേക്കും അല്ലെ? പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാറ്റയോൺസ്. അപ്പൊ കാറ്റയോൺസ് എങ്ങോട്ട് പോകും? കാഥോഡിലേക്ക് പോകും. എന്താ പറയുന്നത്? കാറ്റയോൺസ് എങ്ങോട്ട് പോകും? കാഥോഡിലേക്ക് പോകും. ആനയോൺസ് എങ്ങോട്ട് പോകും? ആനോഡിലേക്ക് പോകും. കാറ്റയോൺ ആനയോൺ എന്ന് പറയുമ്പോൾ ക്ലിയർ അല്ല? കാറ്റയോൺ എന്ന് പറയുമ്പോൾ ഏത് ചാർജുള്ള അയോൺസാ? പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് അല്ലെ? ആനയോൺസ് എന്ന് പറയുമ്പോൾ എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജുള്ള. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജുകളിലേക്ക് ഇവർ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഥോഡിലേക്ക് ആരൊക്കെ പോകും? പെട്ടെന്ന് പറഞ്ഞേ, കാഥോഡിലേക്ക് ആരൊക്കെ പോവാ? പറയേ. കാഥോഡിലേക്ക് പോവാ H- അല്ല, ആരൊക്കെയാ? H+ഉം Na+ഉം. കാരണം കാഥോഡിന്റെ ചാർജ് എന്താ? കാഥോഡ് എന്താ? ദ ടെർമിനൽ വിച്ച് കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് ദ ബാറ്ററി അല്ലെ? ദാറ്റ് ഇലക്ട്രോഡ് വിച്ച് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അപ്പോ ശ്രദ്ധിക്കുക, Na+ഉം H+ഉം ആണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, കാഥോഡിലേക്ക് മൂവ് ചെയ്യുക. ശരിയാണോ? Na+ഉം H+ എങ്ങോട്ട് മൂവ് ചെയ്യും? കാഥോഡിലേക്ക് മൂവ് ചെയ്യും. എതിർപ്പില്ലല്ലോ. കാഥോഡിൽ നടക്കുന്ന പ്രോസസ് എന്താ? കാഥോഡിൽ നടക്കുന്ന പ്രോസസ് എന്താ? പറയടാ. നേരത്തെ എന്താ? ക്ലോറിൻ അല്ല, ഈ പറയുന്ന സോഡിയം കാഥോഡിൽ പോയിട്ട് എന്താ ചെയ്തേ? ഇലക്ട്രോൺ എന്ത് ചെയ്തു? വാങ്ങിച്ചു. എല്ലാവരും Na+ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ടായിട്ട് എന്തായിട്ട് മാറി? വാങ്ങിയിട്ടാണ് എന്തായിട്ട് മാറിയത്? Na ആയിട്ട് മാറിയത്. അപ്പൊ കാഥോഡിൽ നടക്കുന്ന പ്രോസസ് എന്താ? പറയേ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ? അതന്നെ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എന്ത് ചെയ്യാ? ഇലക്ട്രോണിനെ എന്ത് ചെയ്യാ? വാങ്ങുക. ഇലക്ട്രോണിനെ എന്ത് ചെയ്യാ? ക്ലിയർ ആക്ക്. കാഥോഡിൽ നടക്കുന്ന പ്രോസസ് എന്താ? റിഡക്ഷൻ. ഇലക്ട്രോണിനെ ഇവിടെ ഇപ്പൊ എത്ര പേരാ അങ്ങോട്ട് ചെല്ലണേ? ഇതാണ് കാഥോഡ്. എത്ര പേരാ അങ്ങോട്ട് ചെല്ലണേ? 2 പേര് ചെല്ലുന്നുണ്ട്. അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ. ആരൊക്കെ ചെല്ലണേ? Na+ഉം H+ഉം. അപ്പൊ ഇതിൽ ആരാണ് ജയിക്കുക എന്നുള്ളതാണ്. ഇതിൽ ആരാ ജയിക്കുക? ആർക്കാണോ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് കൂടുതൽ? എന്താണ്? ആർക്കാണോ? പറയൂ ഒന്ന്. ആർക്കാണോ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് കൂടുതൽ, അവരാണ് എന്ത് ചെയ്യുക? അവിടെ വിജയിക്കുക. ശരിയല്ലേ? ആർക്കാണോ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് കൂടുതൽ, അവരാണ് എന്ത് ചെയ്യുക? വിജയിക്കുക. അതേത് പൊട്ടൻഷ്യലാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ? എബിലിറ്റി ടു ഗെയിൻ ഇലക്ട്രോൺസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? എബിലിറ്റി ടു ഗെയിൻ ഇലക്ട്രോൺസ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആരാണ് പ്രൊഡക്റ്റ് വരിക എന്നുള്ളത് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് എഴുതി നോക്കുകയാണ്. അതായത് Na+ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് എന്തായിട്ട് മാറുന്നു? Na ആയിട്ട് മാറുന്ന റിയാക്ഷൻ. ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? -2.17 ആണ്. -2.17 വോൾട്ട് ആണ്. അതായത് സോഡിയത്തിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്തേക്കാണ്. അതായത് സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് എത്രയാണ്? -2.17 ആണ്. പിന്നെ ഹൈഡ്രജന്റെ നമുക്കറിയാം, ഹൈഡ്രജന്റെ എന്താണ്? H++
1e മൈനസ് ബിക്കം എന്താ ഹാഫ് H2. എന്ത് ഈ ഹാഫ് H2 ഡയാറ്റോമിക് ആയതുകൊണ്ടാണ്. ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഹൈഡ്രജന്റെ വാല്യൂ എത്രയാ? ഒന്ന് ഓർക്കെ പറയടാ. എത്രയാ? ഷിയുടെ വാല്യൂ എത്രയാ? 0. അപ്പൊ രണ്ടാൾക്കാരെ ഇവിടെ ചെല്ലുന്നുണ്ട് കാഥോഡിലേക്ക്. ഏതെടുക്കുമ്പോഴാ? അക്വസ് NaCl എടുക്കുമ്പോ അല്ലെ? അക്വസ് NaCl രണ്ടാളുകൾ എടുക്കാൻ വരുന്നല്ലേ? ഒന്ന് വായിച്ചു നോക്കി. പ്രശ്നമാണ് അല്ലെ? എന്താ രണ്ടുപേരും പോയി. അപ്പൊ ഇതിലെ ശ്രദ്ധിക്കണം അല്ലേ? അപ്പൊ രണ്ടു കൂട്ടി അങ്ങനെ ചെന്നു. ഇതിലിപ്പോ ആർക്കാണ് ഇലക്ട്രോണിനെ മേടിക്കാൻ കഴിവ് കൂടുതൽ, ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? അല്ലേ ഹൈഡ്രജൻ ആണ് അല്ലെ? ശ്രദ്ധിക്കണ ആവർത്താനം പറയാണ്ട്. ആർക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? ഹൈഡ്രജൻ ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഏത് റിയാക്ഷൻ ആണ് ഇവിടെ മുന്നോട്ട് പോവുക? ഹൈഡ്രജന്റെ റിയാക്ഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുക? സക്സസ് ആവുക. ആരുടെ റിയാക്ഷൻ സക്സസ് ആവുക? ഹൈഡ്രജന്റെ റിയാക്ഷൻ ആണ്. ഇവിടെ നോക്കണ ശ്രദ്ധിച്ചിരിക്കും ക്ലാസ്സില്. അവിടെ ശരിയായിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രശ്നങ്ങള് കഴിഞ്ഞു. അങ്ങനെ കിടന്നിരുന്ന കുറച്ച് എന്തിക്ക് പ്രശ്നങ്ങൾ തോണ്ടി നിൽക്കുക. ശ്രദ്ധിക്കുക, വിഷയം ശ്രദ്ധിക്കുക. ഇവിടെ സയ നോക്ക്. ഇവിടെ ആരാണ് സക്സസ് ആവുക? ആരാ? എന്തുകൊണ്ടാണ് ഷീ സക്സസ് ആവണേ? ഷീയുടെ വാല്യൂ ആണ് ഇതിനേക്കാൾ കൂടുതൽ. ഷീയുടെ വാല്യൂ ആണ് ഇതിനേക്കാളും കൂടുതൽ, സോഡിയത്തിനേക്കാളും കൂടുതൽ അല്ലെ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാ കൂടുതൽ? ഹൈഡ്രജൻ ആണ്. ആണോ? ഇനി ഇതിലുള്ള ആ ഒരു സൈലന്റ് ആയിരുന്നേ, ഒരു ആ സ്ഥാനങ്ങളല്ലേ ശ്രദ്ധിക്കുന്നില്ലേ? ഇനി ഞാൻ വൈകിട്ട് ആവേണ്ട ഒരു അവസാനം ശ്രദ്ധിക്കും. ഇതിലിപ്പോ ഒരു കമ്പാരിസൺ പ്രശ്നം വരികയെന്ന് വെച്ചാല് ഇതിന്റെ വാല്യൂ എത്രയാ? 2.17. ഇത് 0. അത് വെച്ചിട്ട് 2.17 ആണോ വലുത്? അല്ല, അതിന് മുന്നിൽ എന്ത് കിടക്കുന്നുണ്ട്? മൈനസ് കിടക്കുന്നുണ്ട്. മൈനസ് ഉള്ള കാരണം ആരുടെ വാല്യൂ തന്നെയാണ് വലുത്? ഹൈഡ്രജന്റെ വാല്യൂ തന്നെയാണ് വലുത്. അപ്പൊ കാഥോഡിലേക്ക് ആരൊക്കെ മൈഗ്രേറ്റ് ചെയ്യും? ഒന്നുകൂടെ പറഞ്ഞേ, കാഥോഡിലേക്ക് ആരൊക്കെ മൈഗ്രേറ്റ് ചെയ്യും? H+ഉം
Na+. ആരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? H+ന്റെ. അപ്പൊ അവിടെ ഏത് ഗ്യാസ് ആണ് ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുക. ഏത് ഗ്യാസ് ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായോ? അപ്പൊ കാഥോഡിന് പറഞ്ഞേ NaCl ആണെങ്കിൽ കാഥോഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാ? ഹൈഡ്രജൻ. അവിടെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പ്രെഡിക്ട് ചെയ്യാണ് അല്ലെ. നമ്മള് ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ചിട്ടാണ് ഇത് പറയണേ അല്ലെ. നമ്മളന്ന് പറഞ്ഞിരുന്നു ടു പ്രെഡിക്ട് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ അപ്ലിക്കേഷൻസിൽ ടു പ്രെഡിക്ട് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പൊ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിലുള്ള വാല്യൂസ് വെച്ചിട്ട് ആരാണ് അവിടെ പ്രോഡക്റ്റ് വരിക എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ ആണ്. അപ്പൊ ഇത് ഏതിന്റെ പരിപാടി കഴിഞ്ഞു? കാഥോഡിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ആനോഡിലേക്ക് ആരൊക്കെയാണ് പോവുക? ആനോഡിലേക്ക് ആരൊക്കെ പോകും? പറയൂ. ആനോഡിലേക്ക് ആരൊക്കെ പോകും? Cl- പിന്നെ ആരാ? OH- അല്ലെ. Cl- പോകുന്നുണ്ട്, OH- അല്ലെ. അപ്പൊ ആനോഡ്സ് കംപ്ലീറ്റ് എങ്ങടാ? ആനോഡിലേക്ക് പോകണം. Cl- OH- അപ്പൊ രണ്ടുപേരും. അപ്പൊ അവിടെ ഈ കമ്പാരിസൺ ചെയ്യണം അല്ലെ. ആരാണ് അവിടെ സക്സസ് ആവുക എന്നുള്ളത്. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് പക്ഷെ എന്താ പറഞ്ഞേ? ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താ പറയടാ? ആനോഡ് ഒക്കെ പറ. ഓക്സിഡേഷൻ. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താ? ഓക്സിഡേഷൻ. അതേസമയം ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ് വേണ്ടത്? അവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റണം? അവർക്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ പറ്റണം അല്ലെ. ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റണം? വിട്ടുകൊടുക്കാനായിട്ട് പറ്റണം. അപ്പൊ രണ്ടു കൂട്ടരും അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് എന്തിനു വേണ്ടി ശ്രമിക്കും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതാണ് റിയാക്ഷൻസ്. ബോർഡിൽ ശ്രദ്ധിക്കുക. 1-2 കാര്യങ്ങൾ. ഇത് ക്ലോറിന്റെ റിയാക്ഷൻ. ക്ലോറിന്റെ റിയാക്ഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ ക്ലോറിന്റെ എന്തിന്റെ റിയാക്ഷനാണ് കാണുന്നത്? നമ്മള് ക്ലോറിന് ഓക്സിഡേഷൻ സംഭവിക്കുന്ന റിയാക്ഷൻ ആണ് കാണുന്നത് കേട്ടോ. ഇത് റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഇത് OH- ആണ്. OH- ഓവറോൾ റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. OH- റിഡക്ഷൻ സംഭവിച്ചിട്ട് ഏത് ഗ്യാസ് ആണ് ഉണ്ടാവുക? O2 ഗ്യാസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് OH-, ഇത് ആരാണ്? Cl-. ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. OH- എന്തായിട്ടാ മാറുന്നത്? O2 ആയിട്ട് മാറും. എന്നിട്ട് H+ പുറത്തേക്ക് വരും. അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന് എഴുതുന്ന റിയാക്ഷൻ ആണ് ഇത് കേട്ടോ. ഇപ്പൊ 2 റിയാക്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ആലോചിച്ച് പറയാം. ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കി ആലോചിച്ച് പറഞ്ഞാൽ മതി. രണ്ടിന്റെ എന്ത് എഴുതി തരാം? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് എഴുതി തരാം. ക്ലോറിന്റെ വരുന്നത് 1.36ഉം ഹൈഡ്രജന്റെ വരുന്നത് 1.23 ആണ്. ഹൈഡ്രജന്റെ അല്ല, OH- കേട്ടോ. വാല്യൂസ് കിട്ടിയില്ലേ? ആ എഴുതിയ റിയാക്ഷൻ എഴുതിയാൽ എന്ത് റിയാക്ഷനാ? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ വാല്യൂ എന്ത് പൊട്ടൻഷ്യലാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാ. വാല്യൂ എന്ത് പൊട്ടൻഷ്യലാ? ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലേ കിട്ടുള്ളൂ. ഇതിൽ ആരെ സക്സസ് ആവുക? അന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിട്ട് പറഞ്ഞേ. ഇതിൽ ആരെ സക്സസ് ആവുക? ആനോഡാണോ? സോറി, ക്ലോറിനാണോ? OH- ആണോ ആനോഡിൽ സക്സസ് ആവുക എന്നുള്ളത് പറയും. നേരെ വോയിസ് എഫക്റ്റ് നമ്മളോട് ആലോചിച്ചോളൂ കേട്ടോ. ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയത് ആരാണ് ഇതിൽ സക്സസ് ആവുക? ഇവിടെ എന്തിനുള്ള കഴിവാണെന്ന് ആലോചിച്ച് നോക്കിയോളൂ കേട്ടോ. ആനോഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോണെ വിട്ടു കൊടുക്കാണ് വേണ്ടത് കേട്ടോ. എഴുതിട്ട് ഞാൻ പറഞ്ഞോ. അതിന്റെ മുകളിൽ ഇതുണ്ട്. പറഞ്ഞിരിക്കല്ലേ? കിട്ടിയ കാര്യം കിട്ടിയ? ആരാണ് അവിടെ വർക്ക്ഔട്ട് ആവുക? ആരാണ് അവിടെ വിജയിക്കുക? Cl- ആണോ? OH- ആണോ? OH- ആണല്ലേ. കറക്റ്റ് ആണ്. അതിന്റെ യുക്തി എന്താ? കാരണം ശ്രദ്ധിക്കൂ, കാഥോഡില് പ്രിഫർ ചെയ്യുക ഏത് വാല്യൂ എന്ന് പറയുന്നത് നമ്മള് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അതായത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലാണ് അവിടെ സക്സസ് ആവുക. ശരിയല്ലേ? അതേസമയം ആനോഡിൽ നടക്കേണ്ട കാര്യം എന്താ? നമ്മളവിടെ പോയിട്ട് എന്ത് ചെയ്യണം? ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കാണ് വേണ്ടത് അല്ലെ. അപ്പൊ ആർക്കാണ് ഇലക്ട്രോണിനെ
പറയൂ. ആർക്കാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ താല്പര്യമുള്ളത് അവരാണ് അവിടെ എന്താവുക, സക്സസ് ആവുക. അവരാണ് എന്താവുക, അവിടെ സക്സസ് ആവുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് പക്ഷെ എന്തിനുള്ള കഴിവാ, ഗെയിൻ ചെയ്യാൻ കഴിവാ. അപ്പൊ 1.36 ക്ലോറിന്റെ 1.23 ആരുടെയാണ്, OH മൈനസിന്റെ. അപ്പൊ ഇതിൽ ഗെയിൻ ചെയ്യാനുള്ള കഴിവ് ആർക്കാ കൂടുതല്, ഗെയിൻ ചെയ്യാനുള്ള കഴിവ് ആർക്കാ കൂടുതല്, Cl ആണ്. അപ്പൊ അവന് എന്തിനുള്ള താല്പര്യം ഉണ്ടാവില്ല, കമ്പാരിറ്റീവ്ലി പറയൂ, വിട്ടുകൊടുക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. ശരിയല്ലേ പറഞ്ഞത്? കാരണം ഗെയിൻ ചെയ്യാനുള്ള കഴിവാണ് ആർക്ക് കൂടുതൽ, ക്ലോറിന് കൂടുതൽ അല്ലെ, ആരെക്കാളും, ഓക്സിജനേക്കാളും അല്ലെങ്കിൽ OH മൈനസിനേക്കാളും. അപ്പൊ അവന് വിട്ടുകൊടുക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ആരാണ് അവിടെ വർക്ക്ഔട്ട് ആവുക, ഓക്സിജൻ. കാരണം വിട്ടുകൊടുക്കാനുള്ള കഴിവ് ആർക്കാ കൂടുതൽ, ഓക്സിജന്. ഗെയിൻ ചെയ്യാനുള്ള കഴിവ് ആർക്കാ കൂടുതൽ, പറയേ, ഗെയിൻ ചെയ്യാനുള്ള കഴിവ് ആർക്കാ കൂടുതൽ, ഒക്കെ പറ, ക്ലോറിന്. എന്തുകൊണ്ടാ, ക്ലോറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യല് കൂടുതലാണ് ആരെക്കാളും, OH മൈനസിനേക്കാളും. ശരിയല്ലേ? ആർക്കാണ് അപ്പൊ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതൽ, ഗെയിൻ ചെയ്യാനുള്ള കഴിവ്, പിടിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതൽ ക്ലോറിനാണെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള കഴിവ് ആർക്കാണ്, ഓക്സിജനാണ്. അപ്പൊ ആരോട് പോയി ആരോ വർക്ക് ചെയ്യണ്ടേ, ആരോ വർക്ക് ചെയ്യണ്ടേ, ഓക്സിജൻ. അപ്പൊ നമുക്ക് ഏത് ഗ്യാസാ കിട്ടുക, ഏത് ഗ്യാസാ കിട്ടുക, ആനോഡിൽ ഏത് ഗ്യാസാ കിട്ടുക, ആനോഡിൽ കിട്ടിയ ഏത് ഗ്യാസാ, ഓക്സിജൻ ഗ്യാസ് ആണ് ആനോഡില് ബൈ പ്രിൻസിപ്പിള് കിട്ടേണ്ടത്. പക്ഷെ എന്താണ്, ഓക്സിജൻ ഗ്യാസ് കിട്ടില്ല. അവിടെയാണ് നമുക്കൊരു എക്സ്ട്രാ പോയിന്റ് പഠിക്കാനുള്ളത്. വേറെ ഒന്നുമില്ല, ആ ഒരു വാക്കേ ഉള്ളൂ. പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ പറഞ്ഞ കറക്റ്റ് ആണ്. ആര് തന്നെയാണ് കിട്ടണ്ടേ, ഓക്സിജൻ തന്നെയാണ് കിട്ടണ്ടേ. തിയറി കറക്റ്റ് ആണ്, യാതൊരു പ്രശ്നമില്ല. പക്ഷെ അവിടെ ചെറിയൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ആനോഡിന്റെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും അല്ലെ, Cl മൈനസും OH മൈനസും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇതിവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്വസ് NaClന്റെ കേസിൽ ഓക്സിജന് മാത്രമല്ല പല അയോൺസിനും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ സ്റ്റാൻഡേർഡ് വാല്യൂന്നേക്കാളും കുറച്ചുകൂടെ എന്താണ്, കൂടുതലായിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ്. അതായത് ഈ സ്റ്റാൻഡേർഡ് വാല്യൂ ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാ, മറന്ന, സ്റ്റാൻഡേർഡ് വാല്യൂ ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാ, ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാ ആണോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അളക്കാൻ ശ്രമിക്കുന്നത്. ഇലക്ട്രോളിസിസിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് വാല്യൂവിനേക്കാളും എന്താ, ഓവർ എന്ന് വെച്ചാൽ എന്താ, ഇവിടെയുള്ള 1.23 ഒരു പൊടി എന്ത് വാല്യൂ കാണിക്കുന്നുണ്ട്, കൂടുതൽ വാല്യൂ ചില അയോൺസ് മാത്രം. അപ്പൊ ക്ലോറിനും OH മൈനസും ചെയ്യുമ്പോൾ ഏത് അയോൺസിനാണ് ആ ബിഹേവിയർ ഉള്ളത്, OH മൈനസിനാണ്. ഇതിന് കുറെ കാരണങ്ങളുണ്ട്, റെസിസ്റ്റൻസ്, ഡീവിയേഷൻ ഒക്കെ പറഞ്ഞ കുറെ സംഗതികളൊക്കെ ഉണ്ട്. അത് നമുക്ക് പഠിക്കാനില്ല. നമ്മൾ പഠിക്കാമെന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ OH മൈനസ് അങ്ങനെ ചില സമയത്ത് എന്താ, അവന്റെ സ്റ്റാൻഡേർഡ് വാല്യൂവിനേക്കാളും കുറച്ചും കൂടെ എന്താണ്, കൂടുതലാണ് അവന്റെ എന്ത് വാല്യൂ, കറക്റ്റ് വാല്യൂന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എന്ത് പൊട്ടൻഷ്യലാ, ഓവർ പൊട്ടൻഷ്യലാ. ആർക്കാണ് ഓവർ പൊട്ടൻഷ്യൽ വരുന്നത്, OH മൈനസിന്, ജനറലി ഓക്സിജന്. അപ്പൊ ഓക്സിജന് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് വാല്യൂവിനേക്കാളും കുറച്ചുകൂടെ എന്ത് കാണിക്കുന്നുണ്ട്, അവര് ഓവർ പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഓവർ പൊട്ടൻഷ്യൽ കാണിക്കുമ്പോ എന്താ സംഭവിക്കണേ, ആ ഓവർ പൊട്ടൻഷ്യൽ കാരണം അപ്പൊ 1.23 ആണോ വാല്യൂ, 1.23 ആണോ വാല്യൂ, അല്ല 1.23 അല്ല വാല്യൂ. തിയററ്റിക്കലി എത്രയാ വാല്യൂ, 1.23 ആണ്. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ എത്രയാണ് വാല്യൂ, 1.23 ആണ്. പക്ഷെ ഇലക്ട്രോളിസിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇവന്റെ കൂടെ ഒരു പർട്ടിക്കുലർ വാല്യൂ എന്താവുണ്ട് ആഡായി വരുന്നുണ്ട്. ആഡായി വരുമ്പോ അത് ആരോ ഓവർടേക്ക് ചെയ്യും, ക്ലോറിന്റെ വാല്യൂവിനേക്കാളും ഓവർടേക്ക് ചെയ്തു, കണ്ടോ. അപ്പൊ ഇതാണ് എന്ത്, ഈ വട്ടത്തിൽ ഞാൻ എന്ത് എഴുതാണ്, ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ആരാ, ഓക്സിജൻ. അത് കൂട്ടിപ്പിടിച്ച് വന്നപ്പോ എത്രയായി, 1.40 ആണ്. ആരുടെ വാല്യൂ, റിയൽ വാല്യൂ എത്രയായിട്ട് മാറി, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വാല്യൂ എത്രയായിട്ട് മാറി, 1.40 ആയിട്ട് മാറി. എന്താ കാരണം, ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ. അതിന് കുറെ കാരണങ്ങളുണ്ട്, എനിക്ക് നമുക്ക് കൊണ്ടുവരാനില്ല, പഠിക്കാനില്ല. അതുകൊണ്ട് ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ വാല്യൂ എത്രയ്ക്ക് വന്നു, പറയൂ, 1.40 വന്നു. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി വാല്യൂ കുറവുള്ളത് ആരുടെയാ, നേരത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഓക്സിജൻ എന്ന് പറഞ്ഞേ, ഇവിടെ പ്രിഫർ ചെയ്യാൻ ആരാണ്, ആരോടിൽ പ്രിഫർ ചെയ്യുക, വാല്യൂ എന്താ കുറവുള്ള ആളുടെയാണ് അല്ലെ. ഇവിടെ ആക്ച്വലി വാല്യൂ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആരുടെ കുറവ്, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആരുടെ വാല്യൂ കുറവ്, ക്ലോറിന്റെ അല്ലേ. എന്തുകൊണ്ടാണ്, സ്റ്റാൻഡേർഡ് വാല്യൂ ആരുടെ കുറവ്, ശ്രദ്ധിക്കുക, ക്ലിയർ ആക്കുക, എല്ലാവരും ക്ലിയർ ആക്കുക. സ്റ്റാൻഡേർഡ് വാല്യൂ ആരുടെ കുറവ്, സ്റ്റാൻഡേർഡ് വാല്യൂ OH ആണ് കുറവ്. പക്ഷെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കയറി വരികയാണ്,
ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ വന്നിട്ട് അതിന്റെ വാല്യൂ ആരുടെ വാല്യൂനെ ഓവർടേക്ക് ചെയ്യാണ്? അപ്പൊ ഇൻ പ്രാക്ടീസ് ആരുടെ വാല്യൂ ആണ് ഏറ്റവും കുറവ്? ക്ലോറിന്റെ ആണ്. അപ്പൊ അവിടെ ആരാ പ്രൊഡക്റ്റ് വരിക? ക്ലോറിൻ ഗ്യാസ് ആണ് പ്രൊഡക്റ്റ് വരിക. ആരാ പ്രൊഡക്റ്റ് വരിക? ക്ലോറിൻ ഗ്യാസ്. ചില കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണമെന്ന് അതുകൊണ്ടാണ്. മനസ്സിലായി? ഇപ്പൊ പരീക്ഷയ്ക്ക് ഇതൊന്നും നോക്കാണ്ട് പോകണമെന്ന് കരുതുക. അങ്ങനെ തെക്കണ ചില ചോദ്യങ്ങളാണ്. ഒന്നും നോക്കാണ്ട് പോയി അക്വസ് NaCl ഇലക്ട്രോളിസ് എടുത്ത് എന്തൊക്കെ പ്രൊഡക്റ്റ് കിട്ടും? അപ്പൊ അക്വസ് NaCl അപ്പൊ നമുക്ക് ഒറ്റ ഉള്ളൂ, ക്ലോറിനും സോഡിയവും അല്ലെ? അക്വസ് NaCl എന്ന് പറയുമ്പോ എന്താ? NaCl ആണല്ലോ ഇലക്ട്രോളിസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള അറിവുള്ള ആൾക്കാരാണെങ്കിൽ എന്താ? സോഡിയം ക്ലോറിനാണ് പ്രൊഡക്റ്റ് കിട്ടുക. സോഡിയം ക്ലോറിനാണ് പ്രൊഡക്റ്റ് വരുന്നത്? അല്ല. കാഥോഡില് ആരാ പ്രൊഡക്റ്റ് വന്നേ? വി ഗെറ്റ് ഹൈഡ്രജൻ അറ്റ് കാഥോഡ്. ആനോഡിൽ ആരാ പ്രൊഡക്റ്റ് വരുന്നത്? ആനോഡിൽ ആര് തന്നെയാണ്? ആരായിരുന്നു വരേണ്ടിയിരുന്നത്? കാരണം ഓക്സിജന്റെ വാല്യൂ ആണ്, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ആരെ ഓവർടേക്ക് ചെയ്തു? അപ്പൊ ഇൻ പ്രാക്ടീസ് ആരുടെ വാല്യൂ ആണ് കുറവ്? അതുകൊണ്ട് ആനോഡില് ഏത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? പിടികിട്ടിയ. അപ്പൊ ഭാഷ എഴുതാണ് അടിയില്ലേ എന്താ? അറ്റ് ആനോഡ്. ഫ്രണ്ടിലുള്ളവർ നോക്കണം. അറ്റ് ആനോഡ് ഏത് വാല്യൂ ആണ് പ്രിഫർ ചെയ്യേണ്ടത്? ലോവർ വാല്യൂ ഓഫ് E0 ഈസ് പ്രിഫേർഡ്. എതിർപ്പില്ലല്ലോ അല്ലെ? ഏത് വാല്യൂ ആണ് പ്രിഫർ ചെയ്യപ്പെടുക? ലോവർ വാല്യൂ ആണ് പ്രിഫർ ചെയ്യപ്പെടുക. ശ്രദ്ധിക്കോ, ഏത് വാല്യൂ പ്രിഫർ ചെയ്യുക? ലോവർ വാല്യൂ ആണ് പ്രിഫർ ചെയ്യുക. പക്ഷെ അപ്പൊ എന്താ സംഭവിക്കേണ്ടത്? ആരെ കിട്ടേണ്ടത് ശരിക്കും ഇവിടെ? ആരെ കിട്ടേണ്ടത്? ഓക്സിജൻ ആണ് കിട്ടേണ്ടത് അല്ലെ? OH മൈനസിന്റെ റിയാക്ഷൻ ആണ് നടക്കേണ്ടത്, ഓക്സിജൻ ആണ് കിട്ടേണ്ടത്. പക്ഷെ എന്താ സംഭവിക്കുക? ലോവർ വാല്യൂ ആണ് വരേണ്ടത്. ബട്ട് ഡ്യൂ ടു എന്താണ്? ഡ്യൂ ടു ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ അല്ലെ? ഓക്സിജന്റെ ഓവർ പൊട്ടൻഷ്യൽ കാരണം ആരാണ് പ്രൊഡക്റ്റ് വരിക? ആരാ പ്രൊഡക്റ്റ് വരിക? ക്ലോറിൻ ആണ് പ്രൊഡക്റ്റ് വരിക. ഡ്യൂ ടു ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ വി ഗെറ്റ് ക്ലോറിൻ Cl2 ഗ്യാസ് ആസ് പ്രോഡക്റ്റ്. കുഴപ്പമില്ലല്ലോ. അവർ ഒറ്റ വാക്കോടെ പഠിക്കാവോ? എന്താ? ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ആര്? ഓക്സിജൻ. അപ്പൊ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് അക്വസ് NaCl എന്ത് കിട്ടിയത്? ക്ലോറിൻ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റത്രയുള്ളൂ നമുക്ക് എന്താ? ഓക്സിജൻ. ഇങ്ങനെ ചോദ്യം എങ്ങനെയാ വരിക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിട്ടും എന്തുകൊണ്ട് ഏത് കിട്ടിയില്ല? ഓക്സിജൻ കിട്ടിയില്ല. കാരണം എന്താ? എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ കാരണം വാല്യൂ ഓവർടേക്ക് ചെയ്യണം. അതുകൊണ്ട് ആരെന്നെയാണ് വരിക? ക്ലോറിൻ തന്നെയാണ് വരിക. അതുകൊണ്ട് ആരെന്നെയാണ് വരിക? ക്ലോറിൻ തന്നെയാണ് വരിക. അപ്പൊ അതൊന്ന് എഴുതി പിടിപ്പിക്കണം. ശ്രദ്ധിക്കുക. എട്ടി കൊടുത്തിട്ടില്ല ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് when concentrated aqueous solution of sodium chloride, when concentrated aqueous solution of sodium chloride is electrolyzed എന്തുണ്ടാവുന്നത്? is electrolyzed chlorine അല്ലെ? electrolyzed chlorine is produced at anode and പിന്നെ ആരാ? കാഥോഡിൽ ആരായിരുന്നു? ഹൈഡ്രജൻ അല്ലെ? ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് കാഥോഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? പ്രൊഡ്യൂസ്ഡ് അറ്റ് നാളെ പഠിച്ചിട്ട് വരണ്ട, നാളെ ചോദിക്കുന്നതിൽ കൂടി ചോദിക്കാം. പ്രൊഡ്യൂസ്ഡ് അറ്റ് കാഥോഡ്. ഓക്കെ. ഏതല്ല സോഡിയവും കിട്ടിയില്ല, ഓക്സിജനും കിട്ടിയില്ല അല്ലെ? ഓക്കെ. അപ്പൊ മതി. അത് എഴുതിയിട്ട് ഈ സാധനങ്ങൾ എഴുതി കയറ്റിക്കോ. ഇക്വേഷൻസ് ഒക്കെ എഴുതി കയറ്റുക. നടക്കണ ഇക്വേഷന് ടിക്കറ്റ് കൊടുത്തോളൂ കേട്ടോ. ഇവിടെ ക്ലോറിൻ ആണ് നടക്കുക. ക്ലോറിൻ നടക്കുന്നതിന്റെ കാരണം ഓവർ പൊട്ടൻഷ്യൽ കാരണം. ഇതിങ്ങനെ റീഡ് ചെയ്തോളൂ കേട്ടോ. ലോവർ വാല്യൂ ഓഫ് E0 is preferred. ഇതിന്റെ ഇടയിൽ എന്ത് വയ്ക്കണം? എന്ത് ബട്ട് വയ്ക്കണം അല്ലേ? പക്ഷെ ലോവർ വാല്യൂ ആണ് പ്രിഫർ ചെയ്യേണ്ടത്. പക്ഷെ എന്താ ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ കാരണം നമുക്ക് എന്താ കിട്ടുക? ക്ലോറിൻ ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ആ സെറ്റിംഗ് കൊടുത്തേ. അപ്പൊ അതിന്റെ പണി കഴിയും. ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ കൂടി എഴുതണ്ടു. അതുകൂടെ എഴുതാം. വേഗം അവസാനിപ്പിക്കും. പാഠം ഒതുക്കണം. കഴിഞ്ഞു. ഞാൻ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ തിയറിയാ. വേഗം തീർക്കാം. പിലിക്കാസിന്റെ സെറ്റാക്കിയോ? മുകളിലത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കട്ടെ. ഇത് വായിക്കട്ടെ. ദേവിയില് ഏറ്റവും ടോപ്പിലത്തെ വായിക്കട്ടെ. ഹെഡിങ്ങും വായിക്കണ്ട്. പടമൊന്നും ആവശ്യമില്ലല്ലോ. പടവും വായിച്ചു.
കഴിഞ്ഞവര് അടുത്ത എഴുതിയെടുത്തോ സംസാരിക്കാൻ നിൽക്കണ്ട. അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോളിസിസ് 3 പോയിന്റ് എഴുതില്ല. അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ് ആർ മാനുഫാക്ചേർഡ് ബൈ. പക്കാ തിയറിയാണ് ഇത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ല. അപ്പൊ എഴുതി പോകാൻ മതി. മാനുഫാക്ചേർഡ് ബൈ ആരാണ്? ഇലക്ട്രോളിസിസ്. അത് സംസാരിക്കില്ല. സംസാരിക്കണേ. ഇതൊരു മരുന്നിനെ പരീക്ഷ കുറെ കാലമായിട്ട് ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് 3 പോയിന്റ്. അതായത് ഇലക്ട്രോളിസിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ആദ്യത്തെ അപ്ലിക്കേഷൻ ആണ് എന്ത്? ഇലക്ട്രോളിസിസ് വഴി നമ്മൾ ധാരാളം ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ് കേട്ടുണ്ടാവില്ലേ? സ്വർണ്ണ മുക്കാൻ കൊടുക്കില്ലേ നമ്മള്? പിന്നെ അല്ലെങ്കിൽ ഇരുപ്പിന്റെ സാധനങ്ങൾ പ്ലേറ്റ് ചെയ്യാനൊക്കെ കൊടുക്കില്ലേ? പിന്നെ എന്താ? ഇനി ഇലക്ട്രോ റിഫൈനിങ് ഓഫ് മെറ്റൽ. റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യാറുണ്ട്. അതിന്റെ പണി റിയാക്ഷൻസ് എഴുതി കഴിഞ്ഞാൽ ഈ സെക്ഷൻ വായിക്കട്ടെ. കാഥോഡിന്റെ ഭാഗം വായിച്ചോട്ടെ. കാഥോഡിന്റെ വാക്കിയാണ്. കാഥോഡിന്റെ 2 റിയാക്ഷൻസ് വാക്കിയാണ് എഴുതിയിട്ടുണ്ടാവുന്നത്. ഇന്നത്തെ നാളത്തേക്കായിട്ട് പഠിക്കാനുള്ളത് കൂടുവോ? നാളേക്ക് ഇനി എന്നെ ചോദിക്കാം അല്ലെ? പഠിക്കാൻ എന്തോരം സാധനങ്ങളാന്ന് പഠിക്കാൻ ആകെ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ട. കഴിഞ്ഞൊരു ഇത് എഴുതിയെടുത്തോ? ഒന്നും നോക്കണ്ട. ഇതൊന്നും ഇല്ല. തീറിയാ reaction taking place is spontaneous. Short time. ഡിഫറന്റ് പാത്രം. സെയിം പാത്രം. എഴുതിയോ? എഴുത്ത് കഴിഞ്ഞോ? അവിടെ പെട്ടെന്ന് എഴുതി അവസാനിപ്പിച്ച് അടിയമാക്കിട്ടാ അത്ര പറയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. ചെറിയൊരു പോയിന്റ് ഉള്ളത് അത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. പറയാട്ടെ. ഇത് രണ്ടും ഒന്ന് പറയാം. കഴിഞ്ഞില്ല. സെൽസ് ആണ് തിയറിയ. കംപ്ലീറ്റ് തിയറി. നാളേക്ക് ഒക്കെ പഠിച്ചു വരണം കേട്ടോ. ഓക്കെ. ഇതിന്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഞായറാഴ്ച ഒരു ക്ലാസ് ഇട്ടിട്ടേ ഇതിന്റെ റിവിഷൻസ് പതുക്കെ തുടങ്ങാം. ഈ ചാപ്റ്റർ കഴിഞ്ഞ പോലെ ചെയ്ത പോലെ കയ്യോടെ കുറച്ച് പാഠങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം? അവസാനിപ്പിച്ചിടാം. എല്ലാവരും പൈസ കൊടുത്താ 10 രൂപ കൊടുത്താ. ഇതിപ്പോ തന്നിട്ട് ഞായറാഴ്ച കൊണ്ട് കളയോ? ഒന്ന് വെച്ചെടുത്തോ. ഒന്നുമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞായറാഴ്ച നോക്കാം. നമുക്ക് ഞായറാഴ്ച 3 hour ഇടാം, കംപ്ലീറ്റ് ചെയ്യാം. ഇതിലൊരു 60 ചോദ്യം ഉണ്ട്. അത് അങ്ങോട്ട് പഠിക്കാം. നമുക്ക് ഒന്നും നോക്കണ്ട. എന്നിട്ട് പരീക്ഷ വയ്ക്കാം. ഒന്ന് വെച്ചെടുത്തോ. കഴിഞ്ഞ കൊല്ലം കെമിസ്ട്രി പേപ്പറിൽ ഇതുപോലെ ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് വേണ്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് എന്റെ മാർക്ക് കെമിസ്ട്രി അല്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത് അല്ല. നിങ്ങൾ പരീക്ഷ എടുത്തല്ലാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഈ ചോദ്യങ്ങൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? ഒരു ചോദ്യം പുറത്തു വന്നിട്ടാ ഇത്രയും മാർക്ക് പറയാൻ എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ A+ കിട്ടിയ കെമിസ്ട്രിയില് പിടിച്ചു.
ഒരു ചോദ്യം പോലും പുറത്തൊന്നില്ലേ? എന്നിട്ട് എന്താ മാർക്ക് കുറഞ്ഞ് നീ കൂടി ഉണ്ടാവുക? IT വാല്യുവേഷൻ ആക്കിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അല്ല പിന്നെ കുറച്ച് പേർക്ക് പറഞ്ഞിട്ട് വിചാരിച്ചോണം മാർക്ക് ഒന്നില്ല. പക്ഷെ കുറച്ച് പേര് കുറെ പേരൊക്കെ പിടിച്ചിട്ടുണ്ട്. കെമിസ്ട്രി മാത്രം എനിക്ക് ഭയങ്കര ഒരു അപ്സൈഡ് ആയിട്ട് തോന്നുന്നു. അത് ശരി, പൈസ കൊടുക്കണ സായുജ് കൊടുത്തിട്ടില്ലേ? കൊടുക്കണ അല്ല, സായുജല്ല, സൈനാണോ കൊടുത്ത? സായപത്ര കൊടുത്തേ. പിന്നെ ആരാളെ മാഷിനെ പറ്റിക്കലടാ, അല്ലെങ്കിൽ തന്നെ കാശില് അത് ബാങ്കിലെ പൈസയിലാണ് നിൽക്കുന്നത്. 10 രൂപ അക്ഷരം കൊടുത്തിട്ടില്ല. അക്ഷരം കൊടുത്തേ, 10 കൊടുത്തേ, 10 കൊടുത്തേ, 10 കൊടുത്തേ. ഞാൻ കൊടുക്കും പിടിച്ചു വെച്ച് കാശ് കൂട്ടാണ്ട്. അല്ല പോക്കറ്റിൽ ഇഷ്ടംപോലെ കാശാണ്. ഇത് കൊടുത്തിട്ടില്ലേ? പൈസ കൊടുത്ത
ഇലക്ട്രോപ്ലേറ്റിംഗ്, പിന്നെന്താ ഇലക്ട്രോ റിഫൈനിങ് ഓഫ് മെറ്റൽ, അതായത് മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. അതിൽ ഒരുവിധം പ്യൂരിഫിക്കേഷൻ ഒക്കെ നടന്ന് ലാസ്റ്റ് റൗണ്ട് പ്യൂരിഫിക്കേഷനാണ് എന്ന് പറയുന്നത് റിഫൈനിങ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടോ 10ാം ക്ലാസ്സിൽ? അതിൽ എന്ത് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്? ഇലക്ട്രോളിസിസ് ഉപയോഗിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമ്മൾ എന്താ ചെയ്തത്? കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും ബാറ്ററിയിൽ, അല്ലേ? ആണോ? ഇവിടെ നടന്ന എന്താ? നേരെ തിരിച്ചാണ്, അല്ലേ? നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അതിന് എന്താക്കിയിട്ടാണ് മാറ്റുന്നത്? കെമിക്കൽ എനർജി ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് എവിടെ? സെല്ലിൽ. ഇലക്ട്രോളിക് സെല്ലിൽ എന്താ? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ്. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആണ്. നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ വല്ലതും ചെയ്യണോ? വേണ്ട. അപ്പൊ ഇവിടെ നടക്കുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് ആണ്, തനിയെ നടക്കും. ആ തനിയെ നടക്കുന്ന റിയാക്ഷന്റെ ഫ്രീ എനർജിയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കിട്ടുന്നത്. മനസ്സിലാവണ്ട? നമ്മൾ 2 ഹാഫ് സെല്ലുകൾ കണക്ട് ചെയ്തപ്പോ തന്നെ റിയാക്ഷൻ നടന്നില്ലേ? സിങ്കിന്റെയും കോപ്പറിന്റെ റിയാക്ഷൻ എന്താ? തന്നെ നടന്നു. ആണോ? അതെ. പക്ഷെ ഇവിടെ നടക്കുന്ന റിയാക്ഷൻസോ? ഇലക്ട്രോളിക് സെല്ലിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് കൊടുക്കണം? എനർജി അങ്ങോട്ട് കൊടുക്കണം. അത് സ്പോണ്ടേനിയസ് ആണോ? അല്ല. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താണ്? റിയാക്ഷൻ നടക്കുന്നത് സ്പോണ്ടേനിയസ് ആണ്. ഇലക്ട്രോളിക് സെല്ലിൽ എന്താ? റിയാക്ഷൻ നടക്കുന്നത് എന്താ? നോൺ സ്പോണ്ടേനിയസ് ആണ്. തനിയെ നടക്കുന്ന റിയാക്ഷൻ അപ്പൊ എവിടെയാ? ഇലക്ട്രോ കെമിക്കൽ സെല്ലില്ല. നമ്മളൊന്നും ചെയ്യണ്ട. ആ റിയാക്ഷൻ തന്നെ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഇങ്ങോട്ട് കിട്ടും, അല്ലേ? പക്ഷേ ഇലക്ട്രോളിക് സെല്ലിൽ നമ്മളിപ്പോ ഇത് നടന്ന ആനോഡ് കാഥോഡ് റിയാക്ഷൻ ഒക്കെ ഇപ്പൊ തന്നെ കണ്ടത് അക്വോസ്ഫിയർ വോൾട്ടേജ് ഒക്കെ തന്നെ നടക്കുകയാണോ? അല്ല, വെറുതെ NaCl എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആവോ? ഇല്ല. നമ്മൾ എന്ത് കൊടുക്കണം? എനർജി കൊടുക്കണം. അതുകൊണ്ട് അത് എന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എത്ര ഭാഗം വെച്ചു? നമ്മള് 2 സെക്ഷൻ വെച്ചു, അല്ലെ? 2 ഡിഫറെന്റ് കണ്ടെയ്നേഴ്സ് വെച്ചു. ഇലക്ട്രോളിക് സെല്ലിൽ എത്ര കണ്ടെയ്നറേ ഉള്ളൂ? ഒരൊറ്റ കണ്ടെയ്നറേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ അതത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്ത ഹെഡിങ് കൊടുക്കാം. ബാറ്ററീസ്. ബാറ്ററീസ് ഈ ടോപ്പിക്സ് പിന്നെ ചിലതൊക്കെ 1-2 ടോപ്പിക്സ് കൂടുതലോ കുറവൊക്കെ ഉണ്ടാവും. അത് റിവിഷനിലൊക്കെ നമുക്ക് കവർ ചെയ്യാം. ചില ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിറ്റഡ് ആയിട്ടുള്ള ആ ടോപ്പിക് പറയാണ്ട് പിന്നെ അടുത്ത് അത് പറയാണ്ട് മറ്റേത് പറയുന്നത് കറക്റ്റ് ആയിട്ട് എന്താവില്ല, ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില സാധനങ്ങൾ പറഞ്ഞു പോകണം കേട്ടോ. ബാറ്ററീസ് പെട്ടെന്ന് എനിക്ക് പോയ ബാറ്ററീസ് 2 ടൈപ്പ് ബാറ്ററികളെ ഒന്ന് പറഞ്ഞു നോക്കി. ഏതൊക്കെ ടൈപ്പോ? ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ഉണ്ട്? റീചാർജ്
ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ഉണ്ട്. ഇപ്പൊ മൊബൈലിലോ ഒക്കെ അല്ലെങ്കിൽ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററീസ് അല്ലേ, അത് റീചാർജ് ചെയ്യുന്ന ബാറ്ററിയാണ്. വേറൊരു ടൈപ്പ് ബാറ്ററീസ് ഉണ്ട്, എന്താ റീമോട്ടിലൊക്കെ ഇടുന്ന ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററി ഇല്ലേ, അത് എന്ത് ചെയ്യാൻ പറ്റില്ല, റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസും റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററീസും കുഴപ്പമില്ലല്ലോ, ശ്രദ്ധിക്കുക. അപ്പൊ റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൈമറി സെല്ല്. എന്താണ് പ്രൈമറി സെല്ല് എന്ന് വിളിക്കും. റീചാർജ് ചെയ്യാൻ പറ്റണ സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്, എന്തായിരിക്കും, സെക്കൻഡറി സെൽസ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ബാറ്ററീസ് മെയിൻ ഹെഡിങ് കൊടുക്കുക, തൊട്ട് താഴെ എഴുതുക ടു ടൈപ്പ് ബാറ്ററീസ്. ടു ടൈപ്പ് ബാറ്ററീസ്, രണ്ട് ടൈപ്പ് ബാറ്ററിയാണ്. ഇതിൽ മെയിൻ ആയിട്ട് ഫ്യൂവൽ സെല്ലാണ് ആവശ്യമുള്ളത്. ടു ടൈപ്പ് ബാറ്ററീസ്. ഇപ്പൊ ബാറ്ററി എന്താ ചെയ്യുന്നത്, ബാറ്ററി ഏത് എനർജീനെ ഏത് എനർജിയാക്കിട്ടാ മാറ്റുന്നത്, കെമിക്കൽ എനർജീനെ. ഇപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞിട്ട് ഏത് ഭാഗത്തേക്ക് പോയി, ഫസ്റ്റ് ഭാഗത്തേക്കാ പോണേ കേട്ടാ. ഏതിന്റെ സെക്ഷൻ കഴിഞ്ഞു, ഇലക്ട്രോളിസിന്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും ബാറ്ററിക്കാണ് ഈ പോണേ. അതിന്റെ തിയറിയാണ് പറയുന്നത്. വേഗം എഴുതാളാണ്, വേഗം എഴുതി അവസാനിപ്പിക്കും. ടു ടൈപ്പ് ബാറ്ററീസ്, പ്രൈമറി സെൽസ്. പ്രൈമറി സെൽസ്, പ്രൈമറി സെൽസ് കൊടുക്കുക. പ്രൈമറി സെൽസ് ഒരു ഹൈഫൺ ഇടുക. പ്രൈമറി സെൽസ് ഒരു ഹൈഫൺ ഇട്ട് ചെയ്ത ഇൻ വിച്ച് ഇലക്ട്രോഡ് റിയാക്ഷൻസ്. പ്രൈമറി സെൽസ്, പ്രൈമറി സെൽസ് ഇൻ വിച്ച് ഇലക്ട്രോഡ് റിയാക്ഷൻസ് എന്താ, cannot be reversed. ഇലക്ട്രോഡ് റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇലക്ട്രോഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നടന്നു തന്നെയാണ്, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. cannot be reversed by external energy source. അല്ലെങ്കിൽ അത് മതി, കൂടുതൽ വാക്കുകൾ വേണ്ട. cannot be reversed. അതായത് പുറത്തുനിന്ന് വേറെ കറണ്ട് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നടന്ന റിയാക്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ, they are not, പറയൂ, they are not എന്താ, റീചാർജബിൾ. they are not rechargeable. അത് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. ട്രൈസെല്ല്, മെർക്കുറി സെല്ല് എക്സാമ്പിൾസ്, അത് പഠിക്കാനുണ്ട് നമുക്ക്. എക്സാമ്പിൾസ് ട്രൈസെല്ല്, മെർക്കുറി സെല്ല്, ട്രൈസെല്ല്, മെർക്കുറി സെല്ല് കേട്ടോ. ഇനി സെക്കൻഡറി സെൽസ് എഴുതുക, ഒരു ഹൈഫൺ എഴുതുക. ഇപ്പൊ തിയറിയാണ് കേട്ടോ, അവയെ എഴുതിയാൽ നമുക്ക് അവസാനിപ്പിക്കുന്നതോടെ അവസാനിപ്പിക്കും. ഇനി പിന്നെ ഈ പാഠം പതിവ് വിഷയത്തോളം എന്താ. അപ്പൊ ഇതിന്റെ സെക്കൻഡറിയുടെ പ്രത്യേകത എന്താ, ആയിരുന്നേ എന്താ സെക്കൻഡറിയുടെ പ്രത്യേകത, ഇലക്ട്രോഡ് റിയാക്ഷൻസ് ഇൻ വിച്ച് എന്താ, can be reversed. എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. can be reversed. okay, in which secondary cells in which electrode reactions can be എന്താണ്, can be filled. ലെജസ്നെ can be filled അല്ല, can be reversed. okay, അപ്പൊ എന്താ, they are rechargeable. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. they are rechargeable. എക്സാമ്പിൾസ് കൊടുത്തോ. എക്സാമ്പിൾ എന്തായിരുന്നു, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ക്ലാസ്സിൽ വെച്ച് കാറിലൊക്കെ വെക്കുന്ന ബാറ്ററി. പിന്നെന്താ, നിക്കാർഡ് സെല്ല്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, പിന്നെ നിക്കാർഡ് സെല്ല് കേട്ടോ. നിക്കാർഡ് സെൽ, നിക്കാർഡ് സെല്ലിനെ നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയും കേട്ടോ. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വേഗം എഴുതിക്കോ. അപ്പൊ അത് പെട്ടെന്ന് പറഞ്ഞു പോയി. എത്ര ടൈപ്പ് ബാറ്ററിയാ, ഏതൊക്കെയാ, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറിയുടെ പ്രത്യേകത എന്താ, റിയാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല, റീചാർജ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് പറയണ മക്കളെ. സെക്കൻഡറിയുടെ പ്രത്യേകത എന്താ, റിയാക്ഷൻസ്, അതായത് കറണ്ട് ഇങ്ങോട്ട് തരുമ്പോ ഉണ്ടായ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ റീചാർജ് ചെയ്യാനും പറ്റും. കുഴപ്പമില്ലല്ലോ. ഇനി ഫസ്റ്റ് രണ്ട് പ്രൈമറി സെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും, ട്രൈസെല്ലും മെർക്കുറി സെല്ലും. അടുത്ത ഹെഡിങ് കൊടുത്തോ, ട്രൈസെൽ. എന്താണ് കൺഫ്യൂഷൻ ഉണ്ടോ, അടുത്ത കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് ട്രൈസെൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ട്രൈസെൽ, ട്രൈസെൽ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ബാറ്ററി, ട്രൈസെൽ. ഓക്കെ, ട്രൈസെല്ലിന്റെ മറ്റൊരു പേരാണ് ലെക്ലാഞ്ചെ സെൽ എന്ന് പറയും. ശ്രദ്ധിക്കുക, സെല്ലുകൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, സെല്ലിന്റെ ആനോഡ് പഠിക്കണം, സെല്ലിന്റെ കാഥോഡ് പഠിക്കണം, സെല്ലിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോലൈറ്റ് വേണ്ടി വരും അല്ലെ. സെല്ലിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ് ഏതാന്ന് പഠിക്കണം. പിന്നെ അതിന്റെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് സാധനങ്ങൾ ഓരോ സെല്ലിൽ പഠിക്കണം. അപ്പൊ അത്ര നമ്മൾ അങ്ങനെയാണ് അത് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഴുതിക്കോ, ട്രൈസെല്ലിന് ആരാണ് ആനോഡ്. അപ്പൊ ട്രൈസെല്ലിലുള്ള ആനോഡ്, അത് പാരഗ്രാഫ് ആയിട്ട് എഴുതണ്ട, ആനോഡ്.
ട്രൈസെല്ലില് ആനോഡായിട്ട് ഉപയോഗിക്കുന്ന സിങ്ക് കണ്ടെയ്നർ ആണ്. സിങ്ക് കണ്ടെയ്നർ ആണ് ട്രൈസെല്ലായിട്ട് എന്തായിട്ട് ഉപയോഗിക്കുന്ന ആനോഡ്. സിങ്ക് കണ്ടെയ്നർ സർവീസ് ആനോഡ്. അപ്പൊ സെറ്റപ്പ് വേണ്ട, ഇത് മതി. സിങ്ക് കണ്ടെയ്നർ ആ പാത്രം തന്നെ. അതായത് ഈ ബാറ്ററി പൊളിച്ച് നോക്കിയിട്ടില്ലേ, ബാറ്ററി പൊളിച്ച് നോക്കുമ്പോ അതിന്റെ ഒരു പൊളിക്കുമ്പോ ഒരു സാധനം കിട്ടില്ലേ, അതാണ് അതിന്റെ എന്തായിട്ട് വർക്ക് ചെയ്യണ, ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത് സിങ്ക് കണ്ടെയ്നർ. ഇനി കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത് കാർബൺ റോഡാണ്. കാർബൺ റോഡിൽ നമ്മള് ഗ്രാഫൈറ്റിന്റെ കോട്ടിംഗ് ഉണ്ടാവും, ഗ്രാഫൈറ്റ് റോഡ്. കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് റോഡ് കാർബണിന്റെ റോഡാണ്, ഗ്രാഫൈറ്റ് റോഡ്. ഓക്കെ, അത് സംഭവം ഇത്രയേ ഉള്ളൂ. ബോർഡിൽ ശ്രദ്ധിച്ചു വന്നത്, ബാറ്ററി പൊളിക്കുമ്പോൾ ഒരു കറുത്ത കളറിലുള്ള ഒരു സാധനം കണ്ടിട്ടില്ല, അതാണ് ഈ ഗ്രാഫൈറ്റ് റോഡ്. ആ ഗ്രാഫൈറ്റ് റോഡാണ് എന്തായിട്ട് ആക്ട് ചെയ്യണേ, കാഥോഡായിട്ട് ആക്ട് ചെയ്യണേ. ഓക്കെ, പിന്നെ ഇതിന്റെ ചുറ്റും എന്ത്, നമ്മുടെ പാത്രം, അവിടെ ബഹളം ഉണ്ടാകുന്ന ഒരു നടങ്ങിയിരിക്കില്ല, ആ പാത്രമാണ് എന്ത്, സിങ്ക് കണ്ടെയ്നറിന്റെ പാത്രം. അപ്പൊ ഈ സാധനമാണ് എന്ത്, കാഥോഡായിട്ട് വർക്ക് ചെയ്യണത്. ഈ സാധനമാണ് എന്ത്, ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ പൊളിക്കുമ്പോ നിറയെ എന്തുപോലെ ഉണ്ടാവും, പശ പോലെ ഉണ്ടാവും അല്ലെ, ഉണ്ടാവോ, ഒരു മിക്സർ പോലെ ഉണ്ടാവും. ആ സാധനമാണ് ഇത് എന്ത് വരാൻ പോണേ, ഇലക്ട്രോലൈറ്റ് വരാൻ പോണേ. ഇത് വരാൻ പോണേ ഇലക്ട്രോലൈറ്റ്. അപ്പൊ അടുത്തത് ഇലക്ട്രോലൈറ്റ്, മാർക്ക് ചെയ്ത് വെച്ചേ, ഇലക്ട്രോലൈറ്റ്. ട്രൈസെല്ലിലുള്ള ഇലക്ട്രോലൈറ്റ് എഴുതാം. പേസ്റ്റ് ഓഫ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി, പേസ്റ്റ് ഓഫ് ആരാ, സിങ്ക് ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് കേട്ടോ. ഷോർട്ടാക്കിട്ട് എഴുതി. അപ്പൊ അത് കഴിഞ്ഞ് പരമാവധി ചെറുതാക്കിയിട്ടുണ്ട്. സിങ്ക് കണ്ടെയ്നർ കണ്ടെയ്നിങ് സെൻട്രൽ ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ മാംഗനീസ് ഡയോക്സൈഡ്. ഈ ഗ്രാഫൈറ്റ് റോഡുമ്പോ അത് എഴുതാൻ പറ്റും. ഗ്രാഫൈറ്റ് റോഡുമ്പോ എന്താണ്, സറൗണ്ടഡ് ബൈ എന്താ, മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ടാവും കേട്ടോ. സറൗണ്ട് ബൈ എന്താ, മാംഗനീസ് ഡയോക്സൈഡ് കേട്ടോ, ഗ്രാഫൈറ്റ് റോഡ്. അപ്പൊ 3 പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി. പഠിക്കാൻ കുറച്ചുകൂടെ എന്തുണ്ടാവും, സൗകര്യം ഉണ്ടാവും, കുഴപ്പമില്ലല്ലോ. അപ്പോ ട്രൈസെല്ലിന്റെ ഇലക്ട്രോഡുകൾ ആനോഡ് ആരാ, സിങ്ക് കണ്ടെയ്നർ. ട്രൈസെല്ലിന്റെ കാഥോഡ് ആരാ, ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ MnO2. അതായത് ആ കാർബൺ റോഡിന്റെ ചുറ്റും എന്തിന്റെ പേസ്റ്റ് ഉണ്ടാവും, MnO2 പേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്ത്, ഇലക്ട്രോലൈറ്റ് ആരാ, പേസ്റ്റ് ഓഫ് ZnCl2 ആൻഡ് NH4Cl. എതിർപ്പില്ലല്ലോ. ഇനി ഇതിന് പഠിക്കേണ്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ്, ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അല്ലെ. അപ്പൊ ഒരു ആനോഡ് സെക്ഷൻ ഉണ്ടാവും, കാഥോഡ് സെക്ഷൻ ഉണ്ടാവും, ഓവറോൾ റിയാക്ഷൻ ഉണ്ടാവും. എന്തുണ്ടാവും, ഓവറോൾ റിയാക്ഷൻ ഉണ്ടാവും. കുഴപ്പമില്ല. അപ്പൊ ആ റിയാക്ഷൻസ് ഒന്ന് എഴുതിയെടുക്കുക താഴേക്ക്. അറ്റ് ആനോഡ് റിയാക്ഷൻസ്, ഇതൊന്നും മാഷ് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത് ഒരു പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഞാൻ ഇത് പകർത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. പ്രേമയിൽ എഴുതിയിരുന്ന പരിപാടി അവസാനിപ്പിക്കും. അപ്പൊ ആനോഡിൽ ആരുടെ റിയാക്ഷൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാം, സിങ്കിന്റെ എന്താ സംഭവിക്കുക, ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ Zn എന്തായിട്ട് മാറും, Zn2 പ്ലസ് 2e മൈനസ്. ഇനി കാഥോഡില് ഗ്രാഫൈറ്റ് ആണ് റോഡ്, പക്ഷെ റിയാക്ഷൻ നടക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡിനാണ് കേട്ടോ. കാഥോഡിന്റെ റിയാക്ഷൻ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ 2MnO2 പ്ലസ്, കാഥോഡിലെ റിഡക്ഷൻ ആണ് NH4+. അപ്പൊ ഇവിടുന്ന് NH4+ ഒക്കെ വരുന്നത്, ആ ഇലക്ട്രോലൈറ്റിൽ NH4+ ഉണ്ട്. അത് 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും, MnO ആയിട്ട് മാറും അല്ലെ, സോറി Mn2O3 ആയിട്ട് മാറും. Mn2O3 പ്ലസ് 2NH3 പ്ലസ് H2O. ഇതാണ് ആനോഡ് കാഥോഡ് റിയാക്ഷൻ കേട്ടോ. ഓവറോൾ കൊടുത്തിട്ടില്ല, അപ്പൊ മതി. അപ്പൊ ആനോഡ് കാഥോഡ് റിയാക്ഷൻ ഇതൊന്നും എഴുതി വെച്ചോ, EMF പട്ടത്തിലിട്ടിട്ട് എഴുതി വെച്ചോ. 1.45 വോൾട്ട്, 1.5 വോൾട്ടിന്റെ ബാറ്ററി അല്ലേ, 1.45 വോൾട്ട്. റീചാർജ് ചെയ്യാൻ പറ്റുമോ, റീചാർജ് ചെയ്യാൻ പറ്റും. പോയിന്റ്സ് മാത്രം എടുത്ത് വെച്ചപ്പോ പഠിച്ചാൽ മതി. മൊത്തം ഒരു പാഡിയായിട്ട് എഴുതിയത് അത് ഭയങ്കര ബുദ്ധിമുട്ടോ. 10ാം തീയതിയാണ് കേട്ടോ, വേഗം എഴുതിയെടുക്കുക. ഇതിൽ വേറെ മനസ്സിലാക്കലൊന്നും ഇല്ല കേട്ടോ, അത്രയേ ഉള്ളൂ പഠിക്കാറ്, വേറെ നമ്മൾ നോക്കണില്ല. ഇനി അടുത്തൊരു പോയിന്റ് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, അതായത് ഇത് ഈ കണ്ടെയ്നർ എന്താ സാധനം, സിങ്കിന്റെ പാത്രമാണ് അല്ലെ, ആണോ, സിങ്കിന്റെ ഒരു ഷീറ്റാണ് എന്ത് കണ്ടെയ്നർ. ഇതിന്റെ ഉള്ളില് ഇലക്ട്രോലൈറ്റ് സെക്ഷനിൽ ആരുണ്ട്, NH4Cl ഉണ്ട്. ഈ NH4Cl എന്ത് ചെയ്യും, സിങ്കിനെ കൊണ്ടുപോയിട്ട് കൊറോയിഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, തുരുമ്പിടിപ്പിക്കും. ഇരുമ്പ് തുരുമ്പെടുക്കുന്ന കണ്ടിട്ടില്ലേ, ഇരുമ്പ് വെള്ളവും എന്താണ് ഓക്സിജനൊക്കെ മോയ്സ്ചറൊക്കെ ആയിട്ട് എന്താവും തുരുമ്പ് പിടിക്കുന്ന പോലെ NHCl ആരെ തുരുമ്പിടിപ്പിക്കും, സിങ്ക് കണ്ടെയ്നറിനെ തുരുമ്പിടിപ്പിക്കും. അതിന്റെ പ്രശ്നമുണ്ട്, റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്.
അപ്പൊ ഇത് വളരെ സ്ലോ പ്രോസസ്സാണ്. അപ്പൊ കുറെ നേരം കുറെ കാലം NH4Cl ഇതിന്റെ ഉള്ളിലുണ്ട്, ഇത് സിങ്ക് കണ്ടെയ്നർ. കുറെ കാലം ഇതിങ്ങനെ ഇരിക്കുമ്പോ എന്താ ഉണ്ടാവുക? പതുക്കെ സിങ്ക് കണ്ടെയ്നർ എന്ത് ചെയ്യാൻ തുടങ്ങും? തുരുപ്പെടുക്കാൻ തുടങ്ങും. സിങ്കിനെ കൊറോഷൻ എന്നാണ് ജനറലി പറയുക. ഇരുമ്പിന്റെ കേസിനെയാണ് നമ്മൾ തുരുമ്പെന്ന് പറയുക കേട്ടോ. അങ്ങനെ പോട്ടെ. സാധനം കാണോ കുറച്ച് ഈ സിങ്കിന്റെ പാത്രം പൊട്ടി എന്ത് ചെയ്ത് വരും? സിങ്കിന്റെ പാത്രം സിങ്ക് റിയാക്ട് ചെയ്ത് കൊറോഡ് ചെയ്ത് ഓട്ടയാവും. അവസാനം ഓട്ടം കൂടെ പുറത്തേക്ക് വരും. അതിന്റെ ഉള്ള സാധനമൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ ആ ബാറ്ററി എന്താവും? കേടാവും. അപ്പൊ ബാറ്ററി ഉപയോഗിക്കണോ? ബാറ്ററി ഉപയോഗിക്കണം നിർബന്ധമില്ല. അതിന്റെ ഉള്ളിലുള്ള സ്ലോ പ്രോസസ്സാ. NH4Cl ആരെ അടിച്ചു കളയുക? സിങ്കിനെ അടിച്ചു കളയുക. ഒരു ബാറ്ററി ഉപയോഗിക്കാണ്ട് കുറെ കാലം വെച്ചിരുന്നാലും അതിന്റെ എന്ത് പോവും? കത്തിക്കൽ കഴിയും. അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. കുറെ കാലം കഴിഞ്ഞാൽ ബാറ്ററി എന്ത് ചെയ്യാന്ന് പറയും നമ്മള്? ബാറ്ററി ഒലിക്കാന്ന് പറയും അല്ലെ? ഈ കണ്ടെയ്നർ പൊളിഞ്ഞിട്ട് എന്താ അതിന്റെ ഉള്ളിൽ സാധനം ഇങ്ങോട്ട് വരും, പുറത്തേക്ക് വരും. മനസ്സിലാവണ്ട? അപ്പൊ ഈവൻ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ബാറ്ററി എന്താവും? അതിന്റെ സപ്ലൈ കുറയും, ചാർജ് കംപ്ലൈന്റ് ആവും. കാരണം എന്താ? ഉപയോഗിച്ചില്ലെങ്കിലും കേടാവാനുള്ള കാരണം എന്താ? ഒറ്റ ഉത്തരേ ഉള്ളൂ. NH4Cl കൊറോഡ് ആരാണ്? സിങ്ക് കണ്ടെയ്നർ. കുഴപ്പമില്ലല്ലോ. NH4Cl ആരെ കേടാക്കും? സിങ്ക് കണ്ടെയ്നറിനെ കേടാക്കും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്താവാൻ തുടങ്ങും? കേടാവാനായിട്ട് തുടങ്ങും. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പൊ അത് കഴിഞ്ഞു. A dry cell become dead after a long time. A dry cell become dead after a long time. Dry cell dead out after a long time. And even it has not been used. Even it has not been used. Has been എപ്പോഴാ പഠിക്കുന്നൊക്കെ പറഞ്ഞത് ഗ്രാമർ എപ്പോഴാ has been പെട്ടെന്ന് ചോദിക്കരുത്. എനിക്ക് അറിയില്ല കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമർ has been എപ്പോഴാ പാസ്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഒരു സ്റ്റേറ്റ്മെന്റ്, ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഐ ഹാസ് ബീൻ. ഐ വയ്ക്കുമ്പോ ഹാവ് ബീൻ വയ്ക്കാൻ തോന്നുന്നു അല്ലേ? ആണോ? അറിയില്ല. ഹാസ് ബീൻ ആണോ വയ്ക്കുക? ഐയുടെ കൂടെ ആരാ വയ്ക്കുക? ഹാവ് ആണോ വയ്ക്കുക? ഐ ഹാവ് ബീൻ ഒരു വെർബ് ഉണ്ടല്ലേ? ഐ ഹാവ് ബീൻ ബാക്കി എന്ന് പറയാൻ പറ്റുമോ? ഐ ഹാവ് ബീൻ വരണം. ഹാഡ് വിടാം. ഹാഡ് ബീൻ. അപ്പൊ ഐ ഹാവ് ബീൻ എന്ന് പറയാൻ പറ്റില്ലേ? ഹാവ് ബീനോ ഹാസ് ബീനോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. മാഷ്ക്കറിയില്ല ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടൊന്നല്ല. ഐ ഹാവ് ബീൻ ഹാസ് ബീൻ ഐ ഹാവ് ബീൻ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. അടിപൊളിയാണ്. ഓക്കെ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. അപ്പൊ എന്തിന്റെ അർത്ഥം മലയാളത്തിൽ എന്താ? ഐ ആം വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞ പോലെ ചോദിക്കുന്നത്. അതാ വ്യത്യാസം ചോദിക്കുന്നത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ. അപ്പൊ ഹാഡ് അല്ല ചോദിക്കുന്നത്. ഇവിടെ ഇതിന്റെ അർത്ഥം പറഞ്ഞതേ ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണോ? ആണോ? എനിക്കറിയില്ല. അപ്പൊ ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഐ വാസ് വെയിറ്റിംഗ്. എന്തേ ഐയോട് വാസ് വെയിറ്റില്ലേ? ഐയോട് എന്താ വെക്കുന്നത്? ഐ വേറെ വയ്ക്കാന്നാണല്ലേ? ഐയോട് വാസ് വയ്ക്കില്ല. ഐയുടെ കൂടെ വാസ് വയ്ക്കില്ലേ? അല്ലാതെ അതല്ല ഞാൻ ചോദിക്കണേ. ഐയുടെ കൂടെ വാസ വെക്കുകയല്ലേ? ഇതിന്റെ മീനിങ് പറഞ്ഞില്ല. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് കാത്തിരിക്കുകയായിരുന്നു. ആണോ? ആയിരുന്നു. കാത്തിരിക്കുകയായിരുന്നു. പാസ്റ്റാണ്. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് പോയി ആള്.
പറ്റിക്കുന്നതാണല്ലേ? അപ്പൊ ഇത് നോക്കിയേ, if it has not been used, അപ്പൊ അതിന്റെ അർത്ഥം എന്താ വരിക? യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ചെയ്യാതിരുന്നെങ്കിൽ, യൂസ് ചെയ്യാതിരുന്നു, യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആണോ? ആണെങ്കിലും, യൂസ് ചെയ്തില്ലെങ്കിലും. രണ്ട് സെയിം മീനിങ് ആണല്ലോ. കറക്റ്റ്. അത് യൂസ് ചെയ്തില്ലെങ്കിലും. Even it has not been used. Even it has not been used. മതി തിരിച്ചു വരാം. ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് മാഷ് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതായത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചു. ഇതൊന്നും കേട്ടോ, ഇതുവരെ മാഷൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊന്നും കേൾക്കോ. അതായത് ചില കാര്യങ്ങള് പലപ്പോഴും നമ്മൾ പറയണത്, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയണത് നമ്മള് അതില് ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ പുലി ആയതുകൊണ്ടോ ഒന്നല്ല. പറയാനുള്ള കാരണം എന്താ, നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് എന്ത് ചെയ്യരുത്, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ എന്ത് ചെയ്യരുതെന്നൊരു ആഗ്രഹമുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? പല കേസുകളും അങ്ങനെയാ പറയുന്നത്. പലപ്പോഴും പിടികിട്ടുണ്ടാ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ സൈഡിലായിരിക്കും കേട്ടോ. മാഷ് ചെയ്ത കാര്യങ്ങള്, തെറ്റായിട്ട് ചെയ്ത കാര്യങ്ങള് അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ കാര്യങ്ങള് നിങ്ങൾ എന്ത് ചെയ്യരുത്. ഞാൻ പണ്ടേ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും, അല്ലെങ്കിൽ 10ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് എന്തായിരുന്നു? പുച്ഛായിരുന്നു. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജ് എന്തോ ആയിക്കോട്ടെ, എന്താണ് ഏത് മതി, സയൻസ് മതി, സയൻസ് ആണ് എന്ത് മെയിൻ സാധനം. സയൻസിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. സയൻസ് ആണ് എന്ത് മെയിൻ സാധനം, അല്ലെങ്കിൽ ലോജിക്ക് അനാലിസിസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ലാംഗ്വേജ് ഒക്കെ എന്താണ്, ലാംഗ്വേജ് ഒക്കെ അതിന്റെ വഴിക്ക് വിട്ടേര്, ഒന്നും പ്രശ്നമുള്ള കേസല്ല. ഒരു പോയിന്റ് വരെ ചിന്തിക്കുകയാണെങ്കിൽ എന്താ കറക്റ്റ് ആണ്, ലാംഗ്വേജിന് വലിയ പ്രാധാന്യം ഇല്ല. പക്ഷെ പിന്നീട് ഒരു പരിധി കഴിഞ്ഞ് ആലോചിക്കുമ്പോഴേ, ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഈ ഗ്രാമർ സെക്ഷനൊക്കെ വളരെ എന്താണ് പ്രശ്നമാണ്. ഇപ്പൊ അത് റിക്കവർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനും പറ്റണില്ല. ഇപ്പൊ അത് റിക്കവർ ചെയ്യാൻ പറ്റണില്ല. അത് കാരണം ഇന്ന് പഠിക്കണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അത് വലിയൊരു പ്രശ്നം. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റുന്ന എന്ത് കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജിന് എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞങ്ങളുടെ സെന്റ് തോമസ് ടോപ്പിൽ ടീച്ചർ ഉണ്ടായിരുന്നു, ഡിലൈല മിസ് എന്നാണ് ഇപ്പൊ മിസ്സിന്റെ പേര്. ഡിലൈല എന്നാണ് മിസ്സിന്റെ പേര്. കുറച്ച് ഏജിനായിട്ട് ടീച്ചറാണ്. ടീച്ചർ എങ്ങനെയാ വരികയെന്നറിയോ? ടീച്ചർ എന്താ നല്ല ഫുൾ സെറ്റ് ആയിട്ട് വരിക. എന്താണ് നല്ല അടിപൊളിയായിട്ട് സാരി ഒക്കെ എടുത്ത് മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് മോഡേൺ സെറ്റപ്പില് വരിക. അപ്പൊ നമ്മുടെ ഇവിടുന്ന് ലോക്കല് നല്ല പോണേ. അപ്പൊ നമുക്ക് എന്താ, അതുപോലെ സെന്റ് തോമസ് കോളേജിൽ അതുപോലെ ടീച്ചർ ഉണ്ടായിരുന്നു, സ്വപ്ന സുരേഷ് ടീച്ചർ ഉണ്ടായിരുന്നു. സുരേഷ് അല്ല, സ്വപ്ന, മറ്റാളാണ്. സ്വപ്ന എന്നായിരുന്നു ടീച്ചറുടെ പേര്. ടീച്ചർ ഇതുപോലെ ഭയങ്കര, അതായത് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഉള്ളത് എന്താ, ഈ 2 ഇംഗ്ലീഷ് ടീച്ചർമാരോട് എന്തായിരുന്നു അൾട്ടിമേറ്റ് 10 കിലോ പുച്ചാണ്. വന്ന വഴിക്കുന്ന പുച്ച. വന്നൂടാ. ടീച്ചർ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന രീതിയുണ്ട്. ഡിലൈലമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാന്നറിയോ? ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ? അവർ വന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുക? അവരുടെ അസെന്റ് അവർ കീപ്പ് ചെയ്യും. ശ്രദ്ധിക്കടാ, ശ്രദ്ധിച്ചേ. അസെന്റ് കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ മനസ്സിലായില്ല. അവര് വന്നിട്ട് വേറെ സ്റ്റൈലാ പറയാ, നമ്മുടെ സ്റ്റൈലല്ല. നമ്മള് തൃശ്ശൂർ ഭാഷയിലാണ് ഇംഗ്ലീഷ് പറയാ. അപ്പൊ ടീച്ചറൊക്കെ വരുമ്പോ വേറൊരു രീതിയിൽ ഇംഗ്ലീഷ് പറയും. നമുക്കൊക്കെ ഭയങ്കര എന്തായിരുന്നു, പുച്ഛായിരുന്നു, പുച്ഛത്തോട് പുച്ഛായിരുന്നു. തമാശ പറയല്ല, ഭയങ്കര പുച്ഛായിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് അറിയോ? ഇപ്പൊ നമ്മള് ചില കമ്മ്യൂണിറ്റിയിലേക്ക് കയറി ചെല്ലുമ്പോഴേ നമ്മളോട് പുച്ഛം. നമ്മളിപ്പോ ചില ചർച്ചകളോ ഒക്കെ പൊളിറ്റിക്കൽ ഡിബേറ്റ് ഒക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോ വാട്സപ്പിലൊക്കെ വോയിസ് ഇടുമ്പോ നമുക്ക് ഭയങ്കര വില കുറവാണ്. അവിടെ നിന്ന് ഇംഗ്ലീഷ് നമ്മൾ അത്യാവശ്യമൊക്കെ പറയും. പക്ഷെ നമ്മുടെ വോയിസ് ഇടുമ്പോ നമ്മുടെ ഇംഗ്ലീഷ് എങ്ങനെയാ, അങ്ങനത്തെ ഒരു സാധനം വരിക. പിണറായി വിജയൻ ആ സാധനം വരിക. അപ്പൊ അവിടെ നിന്ന് വരുന്ന സാധനം എന്തായിരിക്കും, ഒഴുക്ക സാധനമായിരിക്കും, കറക്റ്റ് ഒരു അസെന്റ്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, തേങ്ങ അന്നും സാധനം എന്ത് ചെയ്താൽ മതിയായിരുന്നു, ശരിക്കും പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതൊന്ന് ഭയങ്കര പ്രശ്നം. സംഭവം നമ്മൾ വലിയ വൊക്കാബുലറി കൊണ്ടൊക്കെ ഇറക്കും. പക്ഷെ എന്താ പറയണതൊക്കെ ഇങ്ങനെയാ, ഈ ഒരു സാധനം. അപ്പൊ ഈ ശ്രദ്ധിക്കുക. അപ്പൊ ഇപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ പറയാൻ ശ്രമിക്കാന്ന് പറയും. അസെന്റ് ഒക്കെ ക്ലിയർ ചെയ്യുക, ഗ്രാമറൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അത് കംപ്ലീറ്റ് ചെയ്തേ. Even if it has not been used because acidic NH4Cl, എഴുതിയ അവസാനിപ്പിച്ചേ, acidic NH4Cl, acidic ആയിട്ടുള്ള NH4Cl, because
acidic NH4Cl corrodes the zinc container. Corrodes the zinc container. CORRODS. Corrodes the zinc container. അപ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോഴാണ് ഒരു ആലോചന. Corrodes the zinc container. Because used കഴിഞ്ഞിട്ട് because the acidic NH4Cl corrodes the zinc container. Corrodes the zinc container. Corrodes the zinc container. അത് കഴിഞ്ഞു. ട്രൈസെൽ കഴിഞ്ഞു. ആ തിയറി സെക്ഷൻ കഴിഞ്ഞു. അടുത്ത ഹെഡിങ് കൊടുക്കാം. മെർക്കുറി സെൽ. നെഗറ്റീവ് corrodes the zinc container. zinc container ഒട്ടേക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത എഴുതിക്കോ. ഇപ്പൊ തിയറി ആണെന്ന് മെർക്കുറി സെൽ. വേഗം എഴുതിയ മെർക്കുറി സെൽ. മെർക്കുറി സെൽ പെട്ടെന്ന് എഴുതിയിട്ട് അവസാനിപ്പിച്ച് ചെയ്യുന്നതോടെ അവസാനിപ്പിക്കണം. മെർക്കുറി സെൽ ആനോട് കാരോട് ഇലക്ട്രോലൈറ്റ് വേണം അല്ലേ? ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ വേഗം എഴുതിയിട്ട് ആനോട് നാളെ വരുമ്പോ ഇതൊക്കെ പഠിച്ചിട്ട് വരണം കേട്ടാ. നാളെ ക്ലാസ്സിൽ ചോദിക്കൂട്ടാ. ഇലക്ട്രോലൈറ്റ് സിംഗമാൽഗം. സിംഗമാൽഗം എന്ന് വെച്ചാൽ എന്താ? മെർക്കുറിയും സിങ്കും. വേഗം എഴുതിയിട്ട് അടുത്ത സെല്ലിന്റെ പേരാണ് മെർക്കുറി. ഇത് എന്ത് ടൈപ്പ് സെല്ലാ? പ്രൈമറി സെല്ല് തന്നെയാണ് കേട്ടാ. ഏത് സെല്ലാ? പ്രൈമറി സെല്ല് തന്നെയാണ്. കാഥോഡ് paste of mercuric oxide and carbon. ആ സംസാരം കുറച്ചിട്ട് ഇതൊന്ന് എഴുതും കൂടെ ചെയ്യും. ഇലക്ട്രോലൈറ്റ് വരുന്നത് പേസ്റ്റ് ഓഫ് KOH and ZnO. പഞ്ചമണി കഴിഞ്ഞു. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ സിങ്ക് HG. ഇതിന് ഭംഗിക്ക് എഴുതിയിടുന്നുള്ളൂ. പറ്റുന്ന വെച്ചാൽ പഠിച്ചാൽ മതി കേട്ടോ. ഏതാ വായിക്കാപ്പൊ? ഏതാ? ഇത് പേസ്റ്റ്. ഇത് നിർബന്ധമില്ല. ട്രൈസെല്ലിന്റെ പഠിക്കണം. ഇതിന്റെ 3 പഠിക്കണം. ആനോട് കാഥോഡ് പഠിക്കണം. ശ്രദ്ധിക്കും. മെർക്കുറി സെല്ലിലായിരിക്കും. മെർക്കുറി സെല്ലിലെ ആനോഡായിട്ട് വർക്ക് ചെയ്യുന്ന സിങ്ക് മാൽഗം. സിങ്ക് മാൽഗം എന്ന് പറഞ്ഞാൽ സിങ്കിന്റെയും മെർക്കുറിയുടെ മിക്സ്ചർ ആണ്. അലോയിനെയാണ് സിങ്ക് മാൽഗം എന്ന് പറയുന്നത്. ഓക്കെ. കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്ന പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ റോഡ് ആണ് എന്ത് കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താ? പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ആനോഡിലേക്ക് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതിയിടാ. പഠിക്കണം നിർബന്ധമില്ല. ഓവറോൾ റിയാക്ഷൻ എന്ത് ചെയ്യണം? നാളെ വരുമ്പോൾ ഒന്ന് പഠിക്കണം കേട്ടോ. മെർക്കുറി സെല്ലിൽ ചോദിക്കാറൊന്നുമില്ല, എന്നാലും ഒന്ന് പറയണം. മാർക്ക് ചെയ്തിടാ. പക്കാ തിയറിയാണ്. അതൊക്കെ അവസാനിപ്പിച്ച് താഴെ എഴുതുക. കഴിയാത്തവര് എഴുതിയെടുത്തോ. EMF of the cell. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. നാളെ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വരണം കേട്ടോ. The EMF of the cell is 1.35 volt. സെല്ലായിരുന്നു ഇനി. The EMF of the cell 1.35 volt. ഈ സെല്ലിന്റെ EMF വരുന്നത് 1.35 volt ആണ്. Throughout the life. ഇതിന്റെ അവസാന ശ്വാസം വരുന്നത് എന്ത് തരും? 1.35 തരും. ക്ലോക്കിലത്തെ ബാറ്ററി ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? ട്രൈസെല്ലിൽ എങ്ങനെയാ? ക്ലോക്ക് ഇങ്ങനെ ആട് തുറക്കും അല്ലെ? അതായത് പവർ എന്ത് ചെയ്യും? അതിന്റെ കുറഞ്ഞു വരും. പക്ഷെ വാച്ചിലത്തെ ബാറ്ററി ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓടും. പെട്ടെന്നാണ് എന്ത് ചെയ്യുക? ആള് സ്റ്റോപ്പ് ആവുക അല്ലെ? അപ്പൊ അതിന്റെ അവസാന ശ്വാസം വരെ എത്ര തരും നമുക്ക്? 1.35 വോൾട്ട് ഇത് തരും. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, എന്റെ ചോദ്യം പഠിക്കേണ്ടതാണ്. അതിന്റെ കാരണം ഇതിന്റെ ഓവറോൾ റിയാക്ഷനില്
കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ വരുന്നില്ല എന്നുള്ളതാണ്. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഏതിൽ വരുന്നില്ല? ഓവറോൾ റിയാക്ഷനിൽ വരുന്നില്ല. എപ്പോഴാണ് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരിക? കോൺസെൻട്രേഷൻ എന്ത് വരുമ്പോഴാണ്? ന്യൂസ് ഇക്വേഷൻ പ്രകാരം നമ്മൾ പഠിച്ചു, കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് മാറും. ഈ സെല്ല് കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഈ സെൽ ഈക്വൽ ടു ഈ സീറോ സെൽ പ്ലസ് അല്ലെ 0.059 കാഥോഡ് റേസ് ടു എക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. കാഥോഡ് സൊല്യൂഷന്റെയും ആനോഡ് സൊല്യൂഷന്റെയും കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറും? EMF മാറും. പക്ഷെ മെർക്കുറി സെല്ലിന്റെ പ്രത്യേകത അതിന്റെ ഓവറോൾ റിയാക്ഷനിൽ ഇലക്ട്രോലൈറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ കുറഞ്ഞാലും കൂടിയാലും ഒന്നും എന്ത് മാറില്ല? ഓവറോൾ റിയാക്ഷൻ അത് എഫക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്തിലും മാറ്റം വരില്ല, EMF-ല് മാറ്റം വരില്ല. അവസാനം കഴിയുമ്പോഴാണ് എന്താവുള്ളൂ? സ്റ്റോപ്പ് ആവുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അപ്പൊ എഴുതിയ അവസാനം ചെയ്യും throughout its life. This is because the overall cell reaction does not involve any ion in solution. Solutionലുള്ള ഒരു അയോണും overall reaction വരുന്നില്ല. The overall cell reaction does not involve any ion in solution. Whose concentration can change. Concentration മാറില്ല. അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങള് എന്താ? ഡിജിറ്റൽ വാച്ചസ്, പിന്നെ ഹിയറിംഗ് എയ്ഡ് ഒക്കെയാണ് കൊടുത്തതാണ്. പക്ഷേ മെർക്കുറി സെല്ല് മനസ്സിലായില്ലേ? ബട്ടൺ സെല്ല് കണ്ടിട്ടില്ലേ? ആ സാധനമാണ് ഹിയറിംഗ് എയ്ഡ്, ഡിജിറ്റൽ വാച്ചസ്. കിട്ടിയില്ലേ? കോൺസെൻട്രേഷൻ ക്യാൻ ചേഞ്ച്. Does not involve any ion, the concentration can change. അതായത് കോൺസെൻട്രേഷനെ മാറ്റാൻ പറ്റുന്ന ഒരു അയോൺസും എവിടെ ഇല്ല? ഓവറോൾ റിയാക്ഷനിൽ ഇല്ല. അതുകൊണ്ട് കോൺസെൻട്രേഷനിൽ മാറ്റം വരില്ല. അപ്പൊ അതിന്റെ പണി കഴിഞ്ഞു. ഉപയോഗിക്കുന്ന സ്ഥലം കൂടെ എഴുതിയിടുക. ഡിജിറ്റൽ വാച്ചസ്, ഹിയറിംഗ് എയ്ഡ്. എക്സാമ്പിൾ അല്ല, ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. എന്താ കൺഫ്യൂഷൻ ഉണ്ടോ? ഡിജിറ്റൽ വാച്ചസ്, ഹിയറിംഗ് എയ്ഡ് കേട്ടോ. മറ്റേ എഴുതി പറ്റില്ലേ? കിട്ടിയില്ലേ? ഹിയറിംഗ്, ഈ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു സാധനം കിട്ടിയില്ലേ? ഹിയറിംഗ് എയ്ഡ്. അതില് ബാറ്ററി ഇടോ? എഴുതിയാ? ഇപ്പൊ അതില് ബാറ്ററി ഒന്നും ആവില്ല. സംവിധാനമൊക്കെ ഉണ്ടോ? ബാറ്ററി തന്നെയാണോ? ഇതിൽ 10 കൊല്ലം മുന്നേ നോക്കാം. 10 കൊല്ലം മുന്നത്തെ സിലബസ് ഇപ്പോൾ പഠിച്ചോളൂ. 10 ഞാൻ പഠിച്ച സിലബസ് ഇപ്പോൾ പഠിച്ചോളൂ. സെക്കൻഡറി സെൽസ്. സെക്കൻഡറി സെൽസ് ഫിവൽ സെല്ലും കൂടെ പഠിപ്പിക്കണം, അങ്ങനെ കഴിയുള്ളൂ. സെക്കൻഡറി സെൽസ്. ഫസ്റ്റ് സെൽ എഴുതുക ലെഡ് സ്റ്റോറേജ് ബാറ്ററി. തിയറിയാണ്, അതൊന്നും ഇല്ല. ഇതൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. എഴുതി പോവാന്ന് മാത്രമോട് പറഞ്ഞാൽ ലെഡ് സ്റ്റോറേജ് സെൽ, ആദ്യത്തെ സെല്ല് കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ. ലെഡ് സ്റ്റോറേജ് ഒക്കെ ഇമ്പോർട്ടന്റ്. ഡ്രൈ സെല്ലും ലെഡ് സ്റ്റോറേജും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എഴുതാം. അതിൽ ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ലെഡ് പ്ലേറ്റ്. ലെഡിന്റെ പ്ലേറ്റ് ആണ്. ലെഡിന്റെ പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ ബാറ്ററി, കാറിന്റെ ഒക്കെ ബാറ്ററി ഇങ്ങനെ ഒരു സാധനം കേട്ടോ. ലെഡ് പ്ലേറ്റ്. പിന്നെ കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഗ്രിഡ് ഓഫ് ലെഡ് പ്ലേറ്റ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഗ്രിഡ് ഓഫ് ലെഡ് പ്ലേറ്റ് വിത്ത് ലെഡ് ഡയോക്സൈഡ് വിത്ത് PbO2. ലെഡ് എന്ന് വെച്ചാൽ Pb ആണ് കേട്ടോ. വിത്ത് PbO2. ഇലക്ട്രോലൈറ്റ് തന്നെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. സോ 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ. 38% ബൈ മാസ് സെല്ലായിരിക്കും. 38% ബൈ മാസ് H2SO4 സൊല്യൂഷൻ. എന്ത് 38% ബൈ മാസ് എന്ന് പറഞ്ഞാൽ മാസ് പെർസെന്റേജ്. അപ്പൊ 100 ഗ്രാം നമ്മുടെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 38 ഗ്രാമേ എന്തുണ്ടാവുള്ളൂ? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? വെള്ളമായിരിക്കും. അപ്പൊ ആനോഡായി, കാഥോഡായി, പിന്നെ എന്താണ്? ഇലക്ട്രോലൈറ്റ് ആയി അല്ലേ? അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എന്ത് ബാറ്ററി എന്ന് പറഞ്ഞു? നമ്മള് സെക്കൻഡറി ബാറ്ററി ആണ് അല്ലെ? സെക്കൻഡറി ബാറ്ററീസിന്റെ പ്രത്യേകത എന്താ? റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് ഒന്ന് ശ്രദ്ധിക്കുക. കറണ്ട് ഇങ്ങോട്ട് തരുമ്പോ അത് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടും അല്ലെ? കറണ്ട് ഇങ്ങോട്ട് തരുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പൊ കുറെ റിയാക്ഷൻസ് അതിൽ നടന്നിട്ടുണ്ടാവും. ബോളിൽ ശ്രദ്ധിക്കോട്ടാ. ശ്രദ്ധ പോണതല്ലേ? ഞാൻ ഈ തിയറി കാരണം ഒന്നും പറയാതെ ശ്രദ്ധിക്കും. അത് മുതലെടുത്തിട്ട് സംസാരിക്കല്ലേ. A എന്താവണോ? B ആവണോ? എപ്പോ? കറണ്ട് ഇങ്ങോട്ട് തരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കറണ്ട് ഇങ്ങോട്ട് കിട്ടി. അപ്പൊ പ്ലസ് കറണ്ട് കേട്ടോ. പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി?
കറണ്ട് കിട്ടി. ഇതിപ്പോ എന്ത് ബിഹേവിയറാ? ഇലക്ട്രോ കെമിക്കൽ സെല്ലാണോ ഇലക്ട്രോളിറ്റിക് സെല്ലാണോ? പറഞ്ഞേ, ഇലക്ട്രോ കെമിക്കൽ സെല്ലല്ലേ? ഇതിപ്പോ എന്തായിട്ട് ബിഹേവ് ചെയ്തേ? ബാറ്ററിയൊക്കെ ബിഹേവ് ചെയ്തേ ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് ബിഹേവ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബീനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ബീയുടെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുക? കറന്റ് കൊടുക്കുക. അപ്പൊ തിരിച്ചെന്താവും? പഴയ സാധനം. അതിന്റെ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? റിവേഴ്സ് ചെയ്യാൻ പറ്റി. റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റി? ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ കറന്റ് കൊടുത്തു. എന്നിട്ട് എന്ത് നടന്നു? കെമിക്കൽ റിയാക്ഷൻ നടന്നു. ശരിയല്ലേ? അത് നടക്കുന്ന പ്രോസസ്സാണ് എന്ത്? ഇലക്ട്രോളിസിസ്. അത് നടക്കുന്ന പാത്രത്തിനെ വിളിച്ച പേരെന്താ? ഇലക്ട്രോളിറ്റിക് സെൽ ആണോ? നേരത്തെ ഡിഫറൻസ് ചെയ്ത് എഴുതി നമ്മൾ. ഇലക്ട്രോ കെമിക്കൽ സെല്ലില് കെമിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് അല്ല, പ്രൊഡ്യൂസ്ഡ് അല്ലേ? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നേരത്തെ എഴുതി ഡിഫറൻസ് എഴുതിയപ്പോ എന്താ എഴുതിയത്? കെമിക്കൽ എനർജി അല്ല, ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താ എഴുതിയത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ്. അപ്പൊ സെക്കൻഡറി സെല്ലിനുള്ള ഒരു പ്രത്യേകതയാണ്, ഉപയോഗിക്കുന്ന സമയത്ത് അതെന്തായിട്ടാ പറയണ? ഉപയോഗിക്കുന്ന സമയത്ത് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടും റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോളിറ്റിക് സെല്ലുമായിട്ടാണ് അത് എന്ത് ചെയ്യണേ? വർക്ക് ചെയ്യണേ. രണ്ടുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സെറ്റപ്പിൽ. മനസ്സിലായ? നമുക്ക് ഇങ്ങോട്ട് കറണ്ട് കിട്ടുമ്പോ ബാറ്ററി ആയിട്ടും അങ്ങോട്ട് കറണ്ട് കൊടുക്കുമ്പോ ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുക? ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള കെമിക്കൽ റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോ? റീചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. ഇതൊക്കെ വലിയ ലോജിക്കുകളൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ അതൊന്നും എഴുതണം, പെട്ടെന്ന് എഴുതി വെച്ച്. റിയാക്ഷൻസ് എഴുതണം. അത് റിയാക്ഷൻസ് ആദ്യം എന്നിട്ട് അത് റിവേഴ്സ് ചെയ്യാം. അപ്പൊ അതിന്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് കഴിഞ്ഞിട്ട് ആനോഡ് വേഗം എഴുതിയ ആനോഡ് ഇത് പഠിക്കണം കേട്ടോ. ലെഡ് സ്റ്റോറേജിന്റെ കെമിക്കൽ റിയാക്ഷൻ ഡ്രൈസെല്ലിന്റെയും പഠിക്കണം കേട്ടോ. ആനോഡ് ലെഡ് ആണ്. ലെഡ് Pb പ്ലസ് SO4 2- ബിക്കം PbSO4. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. SO4 ഒക്കെ എവിടുന്ന വരണേ? ഇലക്ട്രോലൈറ്റിൽ ആരുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ട് കേട്ടോ. ആനോഡ്. അപ്പൊ ഇതിലൂടെ ഓക്സിഡേഷൻ ആണോ സംഭവിച്ചത്? അതെ. ലെഡ് ഇവിടെ എത്രയാ? 0. SO4 എത്രയാ? 2-. അപ്പൊ ഇവിടുത്തെ Pb എത്രയാ? അപ്പൊ ലെഡിന് എന്താ സംഭവിച്ചത്? 0 ഉള്ളത് എന്തായി? ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ. എന്താ? ഓക്സിഡേഷൻ ആണ് അല്ലെ? ആനോഡിൽ ഓക്സിഡേഷന്റെ ഓവറോൾ ആയിട്ട് എഴുതുന്നത് മാത്രം. ഇലക്ട്രോൺ എന്നിട്ട് എഴുതുന്നില്ല, അത്രേ ഉള്ളൂ. അടുത്ത് കാഥോഡ്. കാഥോഡിൽ ഇലക്ട്രോൺ റിയാക്ഷൻ ഉണ്ട്. കാഥോഡിൽ ആരാളുള്ളത്? PbO2 ഉണ്ട് അല്ലെ? കാഥോഡിൽ PbO2 ആണ്. PbO2 പ്ലസ് 2H പ്ലസ് SO4 2- അവൻ വിട്ടുകൊടുത്ത് 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കും. എന്നിട്ട് PbSO4 ആയിട്ട് തന്നെ മാറും കേട്ടോ. PbSO4 പ്ലസ് H2SO4 H2O. രണ്ട് കേസിലും പ്രോഡക്റ്റ് എന്താ വന്നതാണ്? ആനോഡിലും കാഥോഡിലും PbSO4 ആണ്. ഇത് റിഡക്ഷൻ ആണെന്നുള്ള സംശയമുണ്ട്. ഇനി രണ്ടും PbSO4 ആണ്. പക്ഷെ ഒന്ന് ഓക്സിഡേഷൻ, ഒന്ന് എന്താ റിഡക്ഷൻ. വാല്യൂ നോക്കിയാൽ മതി. ഇവിടെ 2- അപ്പൊ എത്ര പ്ലസ് വരിക? 4+ അല്ലേ വരിക? ആണോ? അവിടെ എത്രയാ? SO4 2- ഇവിടെ എത്ര പ്ലസ്? 2+. അപ്പൊ +4 ഉണ്ടായിരുന്ന എത്രയായി? +2 ആയി. അവിടെ ഓക്സിഡേഷൻ നമ്പർ എന്താ? Pbക്ക് കുറേ ചെയ്താണ്. അപ്പൊ എന്താ പ്രോസസ്? റിഡക്ഷൻ ആണ് കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ നിങ്ങള്. ഇത് പഠിക്കണം കേട്ടോ. നാളെ ഒരിക്കൽ പഠിച്ചു വരണം. നാളെ ഇതൊക്കെ ചോദിക്കൂട്ടോ. ഇന്ന് കംപ്ലീറ്റ് ഈ സാധനം എഴുതിയാണ് എഴുതുക. അപ്പൊ ഓവറോൾ എന്താ വരിക? ഓവറോൾ റിയാക്ഷൻ എഴുതിയിട്ട് Pb പ്ലസ് PbO2 പ്ലസ് 2H2SO4 become PbSO4 plus H2. PbSO4 plus H2O. സംശയം ചോദിക്കട്ടാ. വേറെ കാര്യം, ബാലൻസ്ഡ് ഇക്വേഷൻ വേണമെന്ന് നിർബന്ധമില്ല കേട്ടാ. ഈ സാധനങ്ങൾ കറക്റ്റ് ആയാൽ മതി. നിങ്ങൾക്ക് പരമാവധി ഈസി ആക്കി അറിയാൻ പഠിക്കാം. ഇപ്പൊ ഈ ഓവറോൾ ഒന്നും ബാലൻസ്ഡ് വേണമെന്നില്ല. ഈ 2 കൊണ്ട് മാറിയാലും കുഴപ്പമില്ല. 2 തരം പറഞ്ഞ സാധനങ്ങൾ ഒരുപാട് പറഞ്ഞാൽ മതി. അപ്പൊ ഓവറോൾ റിയാക്ഷൻ സെറ്റായി. മറ്റേത് എഴുതണമെന്നില്ല. ഇതിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ടും ആക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതില്
എത്രയാണ് നമ്മള് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച്? ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 13% ബൈ മാസ് ആണ്. അപ്പൊ എന്താ സംഭവിക്കും? ബാറ്ററി ഇരുന്ന് ചൂടായിട്ട് ചിലപ്പോ വെള്ളം എന്തായിട്ട് പോകും, നീരാവിയായിട്ട് പോകും. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷനിൽ എന്ത് കാണിക്കും? വ്യത്യാസം കാണിക്കും. കോൺസെൻട്രേഷനിൽ വ്യത്യാസം കാണിക്കുമ്പോൾ ഇത് തരുന്ന EMF എന്ത് കാണിക്കും? വ്യത്യാസം കാണിക്കും. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇത് കംപ്ലൈന്റ് ആവും. ഇതിലാണെങ്കിൽ എന്തോ ഒഴിച്ചെടുക്കേണ്ടി വരും. ചിലപ്പോ മിസ്സാവണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ബാറ്ററി വാട്ടർ ഒഴിക്കുന്ന കഥ കേട്ടിട്ടില്ലേ? ബാറ്ററി വാട്ടർ ഒക്കെ വെക്കാൻ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇനിയിപ്പോ ഇത് പുതിയ കാഡ്മിയം വെച്ചിട്ടുള്ള സെറ്റപ്പില് ഇപ്പൊ എന്ത് വേണ്ട? ബാറ്ററി വെള്ളം ഒഴിക്കണ്ട. അതായത് കോൺസെൻട്രേഷൻ മാറാത്ത സെറ്റപ്പ് ഒക്കെ ഇപ്പൊ ഉണ്ട്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ലെവലിലേക്ക് ഒന്ന് പോണിലേക്ക് ഇതിലുണ്ട്. നമുക്ക് പരീക്ഷയ്ക്കൊന്നും വരാറില്ല. ബേസിക്സ് ആണ് ഇവിടെ പഠിക്കുക. ഏതൊക്കെയാ? ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, ഓവറോൾ റിയാക്ഷൻ. പിന്നെ പഠിക്കേണ്ട കാര്യം ലെഡ് സ്റ്റോറേജ് സെല്ലിനോട് ശ്രദ്ധിക്കണം. ലെഡ് സ്റ്റോറേജ് സെല്ലിന് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടും ഇലക്ട്രോലൈറ്റിക് സെല്ലായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ബിഹേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് റീചാർജ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ ചോദിച്ചാലോ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ ഓവറോൾ റിയാക്ഷൻ എന്ത് ചെയ്ത് കൊടുക്കുക? തലതിരിച്ചു കൊടുക്കുക. അതൊന്നും നമ്മൾ എഴുതുന്നില്ല കേട്ടാ. കുഴപ്പമില്ല, ചോദിക്കാറൊന്നുമില്ല. ഈ ഏരിയ തന്നെ അധികം ചോദിക്കാറില്ല ഇപ്പൊ സാധാരണ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പഠിപ്പിച്ചില്ല എന്ന് പറയുകയും. ഓക്കെ, അടുത്ത എഴുതുക. അടുത്തൊരു സെല്ലാണ് നിക്കൽ കാഡ്മിയം സെൽ. ടു മൈനസ് ഉണ്ട്, ഇടാണ്ട് വരിക. ഇവിടെ 2 മൈനസ് ഉണ്ട് കേട്ടോ. വെരി ഗുഡ്. സെറ്റായില്ലേ? തിയറിയാണ് കേട്ടോ. പക്കാ തിയറിയാണ്. ഇതൊന്നും ക്ലാസ്സുകളിൽ പഠിക്കേണ്ട കാര്യം. ഒരു കാലമായിരിക്കണം പോലെ വായിക്കാവുന്നതാണ് വരുന്നത്. അടുത്ത എഴുതുക. നിക്കൽ കാഡ്മിയം സെൽ. ഒരു സെല്ലും കൂടി ഉണ്ട്, നിക്കൽ കാഡ്മിയം സെൽ. നിക്കൽ കാഡ്മിയം സെൽ. സെക്കൻഡറി സെൽസിൽ അവസാനം. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. സമയം 55 കഴിഞ്ഞാ നിക്കൽ കാഡ്മിയം സെൽ. കുറച്ച് തിയറിയാണ് ഇതുപോലെ വേഗം അവസാനിപ്പിച്ച്. ആനോഡ് കാഡ്മിയം, ആനോഡ് കാഡ്മിയം, ആനോഡ് കാഡ്മിയം. കാഥോഡ്, കാഥോഡ് മെറ്റൽ ഗ്രിഡ്, മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ ഓക്സൈഡ്. കാഥോഡായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ ഓക്സൈഡ്, നിക്കൽ ഓക്സൈഡ്. ഇലക്ട്രോലൈറ്റ് KOH സൊല്യൂഷൻ, ഇലക്ട്രോലൈറ്റ് KOH സൊല്യൂഷൻ, ഇലക്ട്രോലൈറ്റ് KOH സൊല്യൂഷൻ. EMF 1.4 വോൾട്ട്. മറ്റേതിലും ലെഡ് സ്റ്റോറേജിന് EMF മാറി മാറി വരും കേട്ടോ. പലതിനും പല EMF ആണ്. 1.4 വോൾട്ട് ആണ് ഏകദേശം. യൂസസ് ഇലക്ട്രോണിക് വാച്ചസ്, കാൽക്കുലേറ്റർ എക്സെട്ര. ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ചെറുത് അല്ലെ? വാച്ചസ്, കാൽക്കുലേറ്റർ. യൂസ്ഡ് ഇൻ പോർട്ടബിൾ ഡിവൈസസ്. എന്താ പോർട്ടബിൾ ഡിവൈസസ്? കൊണ്ടു നടക്കാൻ പറ്റുന്ന ഡിവൈസസ്. ശ്രദ്ധിക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നാളേക്കുള്ളത് പഠിക്കലേ. കഴിഞ്ഞിട്ട് ഈ പാഠം നാളെ വരുമ്പോ ഏതൊക്കെ കൊണ്ടുവരിക? നാളെ വരുമ്പോ ഫിസിക്സ് പുസ്തകം കൊണ്ടുവന്നോളൂ. പ്ലസ് എഴുതും കൊണ്ടുവരണം, കെമിസ്ട്രിയും കൊണ്ടുവരണം കേട്ടോ. നാളെ തന്നെ ഫിസിക്സ് എന്ത് ചെയ്യാം? പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ന് അവസാനിപ്പിക്കാൻ വിചാരിച്ചു. ഇന്ന് പഠിക്കാനുള്ളത് എഴുതിയിട്ട് പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. മോൾട്ടൺ NaCl, അക്വസ് NaCl. ഇതിൽ നിങ്ങൾ ആകെ തലകുത്തി പറഞ്ഞൊന്നും പഠിക്കേണ്ട. തൽക്കാലം ഇത് പറഞ്ഞാൽ മതി. മോൾട്ടൺ NaCl കാഥോഡ് എന്താണ്, ആനോഡ് എന്താണ്. അക്വസ് NaCl കാഥോഡിൽ എന്താണ് കിട്ടുക, ആനോഡിൽ എന്താണ് കിട്ടുക. വ്യത്യാസം ഉണ്ട്. അക്വസ് NaCl വ്യത്യാസം ഇല്ലേ? ഹൈഡ്രജൻ ഒക്കെയാണ് കിട്ടുന്നത്. അത് പഠിച്ചു വരിക. അത് മാത്രം മതി. അതിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കുഴപ്പമില്ല. മൊത്തം പഠിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ അങ്ങനെയൊന്നല്ല. ഇത് മാത്രം പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കണ്ട. പിന്നെ എന്ത് പഠിക്കണം? എന്താണ് പ്രൈമറി സെൽസ്? പ്രൈമറി സെൽസ് എന്താണ്? സെക്കൻഡറി സെൽസ് എന്താണ്? 2 പോയിന്റ്സ് ആണ്. പ്രൈമറി സെൽസ് എന്താ, സെക്കൻഡറി സെൽസ് എന്താ? പോയിന്റ്സ് പറഞ്ഞേ. പ്രൈമറി സെൽസ് എന്താ? എന്ത് ചെയ്യാൻ പറ്റും? സോറി, എന്ത് ചെയ്യാൻ പറ്റില്ല? റീചാർജ് ചെയ്യാൻ പറ്റില്ല. കെമിക്കൽ റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. 2 പോയിന്റ് പറയണം കേട്ടോ. 2 പോയിന്റ് പറയണം. നാളെ പഠിച്ചു വരണം കേട്ടോ. 2 എക്സാമ്പിളും പറയണം. 2 എക്സാമ്പിളുകൾ പഠിച്ചു. പ്രൈമറി സെല്ലുകൾ ഏതൊക്കെയാ? ട്രൈസെല്ലും മെർക്കുറി സെല്ലും. ട്രൈസെല്ലും മെർക്കുറി സെല്ലും. സെക്കൻഡറി സെല്ലിന് ഇതുപോലെ 2 പോയിന്റുകൾ, 2 എക്സാമ്പിൾസ്. കുഴപ്പമില്ലല്ലോ. പിന്നെ സൊല്യൂഷൻസിൽ ഇന്നേക്ക് ചോദിക്കാന്ന് പറഞ്ഞ എത്ര ചോദ്യം? ആദ്യത്തെ 3 ചോദ്യം അല്ലേ പഠിക്കാൻ പറഞ്ഞേ? 3 ചോദ്യം പഠിക്കും. പിന്നെ ഈ പാഠത്തിന് കഴിഞ്ഞ ദിവസം എന്താ പഠിക്കാൻ പറഞ്ഞേ?
ഫാരഡയുടെ ഫസ്റ്റും സെക്കൻഡും വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അത് നാളെ ചോദിക്കാം, കുഴപ്പമില്ല. ഫാരഡയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കുഴപ്പമില്ല. നാളെ എന്തായാലും ചോദിക്കും കേട്ടോ, എതിർക്കില്ലല്ലോ. സിമ്പിൾ അല്ലേ? നാളെ ഒരു ഏതൊക്കെ കൊണ്ടുവരിക? ഫിസിക്സ് കൊണ്ടുവരണം, കെമിസ്ട്രിയും കൊണ്ടുവരണം കേട്ടോ. ഇത് ഫ്യൂവൽ സെല്ല് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ നാളെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.